ന ന ന കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം 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 ന ന ന. നമസ്കാരം. വൈത്താരിയുടെ പുതിയ അധ്യായം. കലാലോകത്ത് അല്ലെങ്കിൽ വാദ്യരംഗത്ത് ഓമനപ്പേരുകളിൽ അറിയപ്പെടുന്ന പ്രശസ്തരായ രണ്ട് വാദ്യകലാകാരന്മാരാണ് ഇന്ന് നമുക്ക് മുന്നിൽ സംസാരിക്കുന്നത്. മേളകലയിൽ പഞ്ചാരി പാണ്ഡി തുടങ്ങിയ മേളകലയിൽ അദ്വിതീയനായ ലോകപ്രശസ്തനായ ചെണ്ടവാദ്യ കലാകാരൻ കുട്ടേട്ടൻ, കഥകളി കൊട്ടുമേഖലയിൽ അതിപ്രശസ്തനായ മിടുക്കൻ ചേട്ടൻ, ഇങ്ങനെ രണ്ട് വ്യക്തികളാണ് ഇന്ന് നമുക്ക് മുന്നിൽ ചോദ്യവും ഉത്തരവുമായി വരുന്നത്. ഏവർക്കും പരിചിതരാണ് ഈ രണ്ട് വ്യക്തികൾ. അത് വ്യക്തിപരമായും അവരുടെ കഴിവുകൊണ്ടും വാദ്യരംഗത്തെ കഴിവുകൊണ്ടും, അത് മേളത്തിലായാലും അല്ലെങ്കിൽ കഥകളിക്കൊട്ടിലായാലും ഒരുപോലെ സമാനമായ പ്രശസ്തരാണ് ഈ രണ്ട് വ്യക്തികൾ. കുറൂർ വാസുദേവൻ നമ്പൂതിരി എന്ന ചോദ്യകർത്താവും പെരുവനം കുട്ടന്മാരാർ എന്ന കുട്ടേട്ടനും ഉത്തരം പറയുന്നു. ഈ രണ്ട് വ്യക്തികളെ എൻ്റെ ഈ വായ്ത്താരിയിലേക്ക് ലഭിച്ചതിൽ ഉള്ള സന്തോഷം, ഞാനിങ്ങനെ സന്തോഷവും നന്ദിയും കൃതാർത്ഥതയും ഓരോരുത്തരുടെ പേരിലും അറിയിക്കുന്നുണ്ട്. യാദൃശ്ചികമായോ അല്ലെങ്കിൽ അപൂർവമായോ സിദ്ധിക്കുന്ന അവരുടെ സമയങ്ങൾ എനിക്ക് വേണ്ടി അനുവദിച്ചു തരുന്നു എന്നുള്ളതിൽ ഞാൻ വളരെ കൃതാർത്ഥനാണ്. അവരൊക്കെ ഇതിനോട് താല്പര്യം കാണിക്കുന്നു എന്നതിൽ അതിലേറെ സന്തുഷ്ടനാണ് ഞാൻ. എൻ്റെ കാര്യം പറയാൻ വേണ്ടിയല്ല, വളരെ കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കാനൊരു പക്ഷേ മിടുക്കൻ ചേട്ടൻ ഇങ്ങനെ വെമ്പുന്നുണ്ട്. അതിലേറെ വെമ്പുന്നുണ്ട് ഒരു പക്ഷേ കുട്ടേട്ടൻ ഉത്തരം പറയാൻ. ചോദ്യങ്ങൾ ചോദിച്ചും ഉത്തരം പറഞ്ഞും ധാരാളം പരിചയവും അനുഭവസമ്പത്തും ഉള്ള വ്യക്തികളാണ് ഈ രണ്ട് കലാകാരന്മാരും എന്നതിൽ യാതൊരു തർക്കവുമില്ല. എങ്ങനെയായാലും വാദ്യകലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു കലാകാരനെ എങ്ങനെ ഉണ്ടാവുന്നു, ഒരു കലാകാരൻ എങ്ങനെ രൂപപ്പെടുന്നു എന്നതിൽ കുട്ടേട്ടൻ്റെ ജീവിതത്തിലും ധാരാളം അപൂർവതകളുണ്ട്. ഒരുപക്ഷെ കൊട്ട് പ്രാഥമികമായി പഠിച്ച് ചേർപ്പ് സ്കൂളിൽ ജോലി കിട്ടിയതിന് ശേഷമാണ് അദ്ദേഹം കൊട്ടിൻ്റെ ഉപരിപഠനത്തിലേക്ക് പോയത് എന്നും ക്രമേണ അദ്ദേഹം തൃശ്ശൂർ പൂരത്തിൻ്റെ അമരക്കാരനായി എന്നും, അല്ലെങ്കിൽ മേളത്തിൻ്റെ പ്രമാണികത്വം വഹിച്ച് ഇതിൻ്റെ അമരക്കാരനായി നിരവധി കാലം പ്രവർത്തിച്ചു എന്നതും അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് കൗതുകമെന്നോണം അദ്ദേഹം കഥകളി കൊട്ടിലെ പുറപ്പാടും മേളപ്പദവും പഠിച്ച് അരങ്ങേറുന്ന ആ സുദിനത്തെക്കുറിച്ചും വളരെ ആത്മാർത്ഥമായി കുട്ടേട്ടൻ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ ഇവരെ രണ്ടുപേരെക്കുറിച്ചും കൂടുതൽ പറയാൻ വിചാരിക്കുന്നില്ല. എന്നുവെച്ചാൽ ഒന്ന്, അവരെ സർവ്വസാധാരണമെന്ന പോലെ ഏതൊരു വ്യക്തിക്കും മേളകലയോ വാദ്യകലയോ കലാലോകമോ അറിയാത്ത
ഒരു വ്യക്തിക്ക് പോലും കുട്ടേട്ടനെ അറിയാം, മിടുക്കൻ ചേട്ടനെയും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ഇവരെക്കുറിച്ച് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ വർത്തമാനങ്ങൾ കേൾക്കുക തന്നെയാണ് നല്ലത്. എങ്ങനെയാലും കുട്ടേട്ടനെ ഉത്തരം പറയാൻ പ്രേരിപ്പിക്കുന്നതിൽ മിടുക്കൻ ചേട്ടന് വളരെയധികം പ്രാവീണ്യം ഉണ്ട് എന്നത് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാവാവുന്നതാണ്. കുട്ടിൻ്റെ എല്ലാ വഴികളും അല്ലെങ്കിൽ കലാലോകത്തെ പ്രവർത്തനങ്ങളുടെ എല്ലാ മേഖലയെക്കുറിച്ചും വളരെ വിശദമായി അറിയുന്ന വ്യക്തിയാണ് കുറൂർ വാസുദേവൻ നമ്പൂരി എന്ന ഞങ്ങളുടെയൊക്കെ മിടുക്കൻ ചേട്ടൻ. മേളകലയിലുള്ള അല്ലെങ്കിൽ വാദ്യകലയിലുള്ള വളരെ പഴക്കവും പുതിയ കാലത്തെ ആധുനിക കാലത്തെ പുതുമയും കണ്ട് അനുഭവിച്ചറിഞ്ഞ് തൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ വളരെ വ്യക്തമായി പറയാൻ കഴിയുന്ന വ്യക്തിയുമാണ് കുട്ടേട്ടൻ. അത് അദ്ദേഹം ഈ ദീർഘ സംഭാഷണത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഏകദേശം 2 മണിക്കൂറോളം സഹകരിച്ച്, പ്രത്യേകം പറയട്ടെ, എന്നോട് സഹകരിച്ച് ഇതിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾക്കൊപ്പം കലാലോകത്തിൻ്റെ വളർച്ച, അതിൽ എങ്ങനെ ഈ കാലത്തിനനുസരിച്ച് കലയും വളരുന്നു എന്നത് വളരെ സ്പഷ്ടമായി അദ്ദേഹം അത് അടിവരയിട്ട് പറയുന്നുണ്ട്. എങ്ങനെയും ഞാൻ അധികം നേരത്തെ പറഞ്ഞതുപോലെ സംസാരിക്കുന്നില്ല. ചോദ്യം ചോദിക്കുന്ന ചോദ്യകർത്താവിൻ്റെ മിടുക്ക്, ആ മിടുക്കൻ എന്നതിൻ്റെ പേര് അന്വർത്ഥമാകുന്ന വിധത്തിൽ അദ്ദേഹം ചോദ്യം ചോദിക്കുന്നു. കൃത്യമായ ഉത്തരം, കൃത്യമായ കാലം നിയന്ത്രിച്ച് പാണ്ടിമേളമാവട്ടെ പഞ്ചാരി മേളമാവട്ടെ കൊട്ടുന്നത് പോലെ കൃത്യമായി തൻ്റെ ഉള്ളിലെ ആശയങ്ങൾ കുട്ടേട്ടൻ അത് പറയുന്നുമുണ്ട്. നമുക്ക് അവരുടെ ചോദ്യ ഉത്തരത്തിലേക്ക് കിടക്കാം. വളരെ സന്തോഷമുണ്ട് ഈ 2 വ്യക്തികളെ കുറിച്ച് എനിക്ക് സംസാരിക്കാൻ കിട്ടിയ ഈ കുറച്ച് സമയം. എല്ലാവരെയും ഈ വീഡിയോ കാണുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. നമുക്ക് അവരുടെ വർത്തമാനങ്ങൾ കേൾക്കാം. കളിമേള സഞ്ചാരത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. അതിൽ വായ്ത്താരിയിൽ ഇന്ന് നമ്മോട് കൂടിയുള്ളത് വിശേഷണങ്ങൾക്കോ വിശേഷ്യങ്ങൾക്കോ പ്രത്യേകം ആവശ്യമില്ലാത്ത, എല്ലാവർക്കും, കേരളത്തിൽ എല്ലാവർക്കും, ഇന്ത്യയിൽ എല്ലാവർക്കും, ലോകത്തെല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ് പെരുവനം കുട്ടന്മാര. പത്മശ്രീ പെരുവനം കുട്ടന്മാര. അദ്ദേഹമാണ് ഇന്ന് നമ്മൾ ഒപ്പം ഉള്ളത്. അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ മേള സമ്പ്രദായത്തെക്കുറിച്ചും ചെറുപ്പകാലത്തെക്കുറിച്ചും അഭ്യാസത്തെക്കുറിച്ചും എല്ലാം നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഈ കളിമേള സഞ്ചാരം വായ്ത്താരിയിലേക്ക് കുട്ടേട്ടന് വളരെയധികം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. കുട്ടേട്ടൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. കുട്ടേട്ടൻ എന്ന് അല്ലാതെ വേറെ ആരും വിളിച്ച് കേട്ടിട്ടുമില്ല. എന്നെക്കാളും പ്രായം കുറവാണെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ആശാലേന്ന് വിളിച്ചപ്പോൾ, അപ്പോൾ കുട്ടേട്ടൻ എന്ന് വിളിച്ചാൽ മതി, അങ്ങനെയാണ് എന്നെ എല്ലാവരും വിളിക്കാറ് എന്ന് പറഞ്ഞു. എന്താണ് ഈ കുട്ടേട്ടൻ എന്ന് പേര് വരാൻ കാരണം? കുട്ടൻ എന്നുള്ളൊരു പേരല്ലല്ലോ. ശരിക്ക് അല്ല, വീട്ടിൽ അത് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഗോപിയാശാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോവിന്ദൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അത് ഈ കലാലോകത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും ഗോപി എന്നുള്ള നിലയിലേക്കായി. എന്ന് പറഞ്ഞ പോലെ കുട്ടന്മാരാർക്ക് കുട്ടൻ അല്ലാതെ വേറെന്തെങ്കിലും പേരുണ്ടോ, അതൊരു വിളിപ്പേര് എന്നാണോ? ഒന്ന്. എൻ്റെ യഥാർത്ഥ പേര് ശങ്കരനാരായണൻ എന്നാണ്.
എം ശങ്കരനാരായണൻ, മാരാത്ത് ശങ്കരനാരായണൻ. പെരുവനം ക്ഷേത്രത്തിലെ ഇരട്ടേപ്പൻ്റെയാണ് പ്രതിഷ്ഠ. അപ്പോൾ അർദ്ധനാരീശ്വരൻ സങ്കല്പമുണ്ട്, ശങ്കരനാരായണ സങ്കല്പമുണ്ട്, ഉമാമഹേശ്വര സങ്കല്പം, അങ്ങനെ പല തരത്തിൽ ധ്യാനിക്കുന്നു. അതിൽ നിന്നും ഉത്ഭവിച്ചതാണ് ഈ ശങ്കരനാരായണൻ. അപ്പോൾ പേര് ശങ്കരനാരായണനാണ്. പിന്നെ വീട്ടിൽ ഓമന പേര് എല്ലാവർക്കും ഉണ്ടാവണമല്ല, കുട്ടൻ എന്ന് വിളിച്ചു തുടങ്ങി. കുട്ടൻ എന്ന് വിളിക്കുക എല്ലാവരും, നാട്ടുകാരും കുട്ടൻ എന്ന് വിളിക്കും. മാരാത്ത കുട്ടനായി. പിന്നെ കുട്ടിക്കാലം മുതൽക്ക് നമ്മൾ ഈ ക്ഷേത്രത്തിൽ ഊണും അടിയന്തരങ്ങളും, അപ്പോൾ സമൂഹമായിട്ട് വളരെ കുട്ടിക്കാലം മുതൽക്ക് ഇടപഴകാൻ തുടങ്ങി. അപ്പോൾ അവരൊക്കെ കുട്ടൻ കുട്ടൻ എന്ന് തന്നെയാണ് വിളിക്കുക. അപ്പോൾ നാട്ടിലും കുട്ടനായി, വീട്ടിലും കുട്ടനായി. ഇത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സ്കൂൾ ജീവിതകാലത്താണ് ഈ ശങ്കരനാരായണൻ എന്നുള്ള പേര് ഉപയോഗിച്ചിരുന്നത്. സ്കൂളും നാടിൻ്റെ അടുക്ക ചേർന്നതും അവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളുമൊക്കെ നാട്ടുകാരായതുകൊണ്ട് അപ്പോഴും സ്കൂളിലും ഒരു പരിധി വരെ ക്ലാസ് രജിസ്റ്ററിൽ പേര് വിളിക്കുമ്പോൾ ശങ്കരനാരായണൻ എന്ന് വിളിക്കും. എങ്കിലും പകുതി പേര് കുട്ടൻ, അപ്പോഴും കുട്ടൻ എന്ന് വിളിക്കും. എനിക്ക് അതേ സ്കൂളിൽ തന്നെ ജോലി കിട്ടി. ഞാൻ വളരെ കാലം അവിടെയാണ് ജോലി ചെയ്തത്. അപ്പോൾ അവരൊക്കെ എന്നെ കുട്ടൻ കുട്ടൻ എന്നാണ് വിളിക്കുക. അപ്പം മേളരംഗത്ത് വന്നപ്പോൾ പുറമേ പോകുമ്പോഴൊക്കെ അച്ഛൻ്റെ കൂടെ പോവുക. അപ്പോൾ കുട്ടൻ എന്ന് വിളിക്കും. പെരുവനം കുട്ടനായി. പിന്നീട് കുറച്ച് പെരുവനം. ചോദിക്കട്ടെ, അച്ഛൻ മേളക്കാരനായിരുന്നല്ലോ. അതെ അതെ, അതുകൊണ്ടാണല്ലോ അച്ഛൻ്റെ കൂടെ പോകുന്നത്. അതെ അതെ. അപ്പം അച്ഛൻ്റെ പേരെന്തായിരുന്നു? അച്ഛൻ ഏത് നിലയിലൊക്കെ രംഗത്ത് പ്രവർത്തിച്ചിരുന്നു? അതും കൂടി ഒന്ന് വിശദമാക്കി പോയാൽ. അച്ഛൻ പെരുവനം അപ്പുമാരാണ്. മേള രംഗത്ത് തൃപ്പൂണിത്തുറ മുതൽ നമ്മൾ കോഴിക്കോട് വരെ, ഗുരുവായൂരടക്കം ഇരിജാലക്കുടം തൃപ്പൂണിത്തുറയും ഉത്സവത്തിനൊക്കെ മേളപ്രമാണിയായിരുന്നു. ഞങ്ങൾ പാരമ്പര്യമായിട്ട് പെരുവനം പൂരങ്ങളുടെ നാടാണ്, മേളങ്ങളുടെ നാടാണ്. അപ്പോൾ കാലകാലങ്ങളിൽ മേളപ്രമാണിമാരെ ഉണ്ടാവും. അച്ഛൻ വളരെ പ്രശസ്തനായ അറിയപ്പെടുന്ന മേളപ്രമാണിയായിരുന്നു പെരുവനം അപ്പുമാരാണ്. അച്ഛൻ്റെ അമ്മാവൻ ആയിരുന്നു അതിനു മുമ്പ് പെരുവനം നാരായണന്മാരാണ്. അദ്ദേഹം പഞ്ചാരി മേള ഗന്ധർവൻ എന്ന് വരെ മന്നത്ത് പത്മനാഭൻ ഗുരുവായൂർ വെച്ച് സ്വർണ്ണ മെഡൽ കൊടുത്ത് ആദരിച്ചുള്ള ആളാണ് പെരുവനം നാരായണന്മാരാണ്. അതിനുശേഷം അച്ഛനാണ് ഗുരുവായൂരും കോഴിക്കോട് തളി മുതൽ തൃപ്പൂണിത്തുറ വരെയുള്ള ഒരു മേഖലയിൽ പ്രധാന മേളങ്ങൾക്ക്, തൃശ്ശൂർ പൂരത്തിന് മാത്രം അച്ഛൻ പ്രമാണിയായിട്ടില്ല, ബാക്കി എല്ലാ സ്ഥലങ്ങളിലും മേളപ്രമാണിയായിട്ട് പ്രവർത്തിച്ച ആളാണ്. അച്ഛനാണ് എന്നെ ആദ്യം കൊട്ടുപിടിപ്പിച്ചത്. ആദ്യത്തെ ഗുരുനാഥനും അച്ഛനാണ്. അപ്പം അച്ഛൻ്റെ കൂടിയാണ് മേളരംഗത്തേക്ക് പ്രവേശിക്കുന്നത്. ഇപ്പം അമ്മാവനും ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം വലിയ കേമനായിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹമായിട്ട് എന്താണ് കൂടുതൽ? സാധാരണ നമ്മൾക്ക് മക്കത്തായം മരുമക്കത്തായം എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ മരുമക്കത്തായത്തിൻ്റെ ഒരു എല്ലാവരും പറയാറുണ്ട് എൻ്റെ അമ്മാവൻ ആണ് എന്നെ പഠിപ്പിച്ചത്, അങ്ങനെ ഒരു ഇത് പറയാറുണ്ട്. അമ്മാവനുമായിട്ട് അടുപ്പം. അമ്മാവൻ അച്ഛൻ്റെ അമ്മാവനാണ്. അച്ഛൻ്റെ അമ്മാവനാണ്. അച്ഛൻ്റെ അമ്മാവൻ പെരുവനം നാരായണന്മാരാണ്. അദ്ദേഹത്തിൻ്റെ പിന്തുടർന്നുകൊണ്ട് അച്ഛനായി പ്രമാണി. അച്ഛൻ്റെ അമ്മാവൻ്റെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ചേർപ്പ് ഭഗവതി ക്ഷേത്രം പെരുവനം പൂരത്തിലെ ഒരു പ്രധാന പങ്കാളിയാണ് പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളിൽ. അപ്പോൾ ചേർപ്പിൻ്റെ മേളത്തിന് അടിയന്തരമാരാർ പ്രമാണിയായി കൊട്ടുക എന്നുള്ളൊരു സമ്പ്രദായം കാലാകാലങ്ങളിലായിട്ട് നിലനിന്നു. അത് അച്ഛൻ്റെ അമ്മാവനെ തുടർന്ന് അച്ഛൻ പ്രമാണിയായി 1968 അച്ഛൻ പ്രമാണിയാവാണ്. ആ ഒരു കാലഘട്ടം മുതൽ തന്നെ ഞാൻ കഷ്ടിച്ച ഒരറ്റത്ത് മേളക്കാരനായിട്ട് എനിക്കന്ന് 10-14 വയസ്സ് പ്രായം മേളം കൊട്ടാൻ തുടങ്ങി. അപ്പോൾ മേളരംഗത്ത് മറ്റു വേദികളിലൊക്കെ ചെല്ലുമ്പോൾ അപ്പുമാരുടെ മകൻ കുട്ടൻ, അപ്പോഴും കുട്ടൻ തന്നെയാണ്. ശങ്കരനാരായണൻ എന്നൊന്നും ആരും വിളിക്കില്ല. എൻ്റെ കൂടെ പഠിച്ച സുഹൃത്തുക്കൾ മാത്രമാണ്, കുട്ടികളാണ് അല്പം സ്വല്പം ശങ്കരനാരായണൻ എന്ന് വിളിക്കുക. അത് കഴിഞ്ഞ് ഞാൻ ജോലിയിൽ പ്രവേശിച്ച് മേളരംഗത്ത് ഇങ്ങനെ കുട്ടന്മാരായി കുറച്ച് പ്രശസ്തിക്ക് നേടി അറിഞ്ഞു തുടങ്ങിയപ്പോൾ പുറമെ എവിടെ പോയാലും എല്ലാവരും ഇനി ഓഫീസ് ആവശ്യത്തിന് തന്നെ പുറമെ പോയാൽ കുട്ടന്മാരാണെന്ന് വിളിക്കുള്ളൂ.
പേരെഴുതിയണത് ശങ്കരനാരായണൻ എന്നാണെങ്കിലും എന്നെ അങ്ങനെ വിളിക്കും. പിന്നെ കുട്ടേട്ടെന്ന് വിളിക്കണത് അത് സ്നേഹം കൂടുതലോട്ട് വിളിക്കണതാണ്. അത് കുട്ടികൾ അങ്ങനെ കുട്ടേട്ടെന്ന് വിളിച്ചു തുടങ്ങി. അപ്പോൾ പൊതുവെ തമാശയ്ക്ക് ബാക്കിയുള്ളവരും ഇപ്പോൾ അങ്ങേപോലെയുള്ളവർ വിളിക്കുമ്പോൾ ഞാനത് തമാശയായിട്ട് കണക്കാക്കാറുള്ളൂ. എനിക്കറിയാം ചേട്ടനാണ് എന്നെ ചേട്ടനെന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിപ്പോൾ പരസ്യമായിട്ട് പറയണതിൽ വലിയ വിരോധമില്ല. അദ്ദേഹം തന്നെ പലപ്പോഴും പരസ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. ഗോപിയാശാൻ എന്നെ കണ്ട കുട്ടേട്ടെന്നാണ് വിളിക്കുക. അതെ, അത് ഞാൻ അപ്പോൾ അദ്ദേഹം എന്നെ ആദരിക്കുന്ന വേദിയിൽ തന്നെ അത് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹം എന്നെ കുട്ടേട്ടാന്ന് വിളിച്ചാൽ ഞാൻ ഉടനെ അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് നമസ്കരിക്കും. അപ്പോൾ ചേട്ടൻ ആരാന്നുള്ളത് വ്യക്തമാണല്ലോ. അപ്പം നമ്മൾ ഗോപിയാശാന്നാണ് വിളിക്കുക. അപ്പോൾ അതുപോലെ തന്നെ മുതിർന്നവരായാലും ചെറുപ്പക്കാരായാലും ഇപ്പം എൻ്റെ പേര് കുട്ടേട്ടെന്നായ മട്ടിൽ പകുതി പേര് എന്നെ അങ്ങനെ വിളിക്കുന്നുണ്ട്. അത് സ്നേഹം കൊണ്ട് വിളിക്കണതാണ്. പിന്നെ നമുക്ക് ഈ മറ്റേ നമ്മളെ തൊഴിൽപരമായിട്ടുള്ള രംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പെരുവനം, ചേർപ്പ്, ഇരിങ്ങാലക്കുട എന്ന് വേണ്ട തൃപ്പൂണിത്തുറ മുതൽ ഇഷ്ടംപോലെ തൃശ്ശൂർ പൂരം, ഇതിനൊക്കെ പ്രമാണിയായിട്ട് നിൽക്കുന്ന ഒരാളാണ് കുട്ടേട്ടൻ. ഈ പ്രമാണി ആകാൻ അച്ഛൻ്റെ കൂടെ നടന്നിട്ടാണ് ശീലിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രമാണിയാകാൻ എത്ര നാളത്തൊക്കെ എടുത്തു. ഈ സ്വതയെ നമ്മൾ കൂടെ കൊട്ടിക്കൊണ്ട് നടക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യസാലത്തിലേക്ക് വരിക. ആ ഒരു 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 ഘട്ടമുണ്ടല്ലോ നമുക്കത് ഈ പറഞ്ഞ പോലെ രണ്ടാമനായിട്ടോ മൂന്നാമനായിട്ടോ ഇടത്തോ വലത്തോ ഒക്കെ നിന്ന് കൊട്ടി അവസാനം നമ്മളൊരു പ്രമാണിയാകുമ്പോഴത്തേക്കും വലിയൊരു ഒരു ഒരു കടമ്പ കടന്ന ഒരു പ്രതീതിയാണ് എനിക്കും തോന്നിയിട്ടുണ്ട്. ഞാൻ ആദ്യസാനായിട്ടും ഒരു കളിക്കൂട്ടാൻ നിൽക്കുമ്പോഴെന്ന് പറഞ്ഞു ആ ഒരു 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 സംഭവം അതൊന്ന് പറഞ്ഞാൽ തിരക്കേടില്ല. കാരണം വേറൊന്നുമല്ല, അത് എല്ലാ കലാകാരന്മാരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു അവസരമായിരിക്കും. സാധാരണ പോലെ തന്നെ 15-ാമനായി കൊട്ടു തുടങ്ങി. അപ്പോൾ ആദ്യം പെരുവനം നടവഴിയിലെ അച്ഛൻ്റെ കൂടെ തുടങ്ങി എന്ന് പറഞ്ഞു. നിരവധി വേദികളിൽ അച്ഛൻ്റെ കൂടെ തന്നെയാണ്. അപ്പോൾ പണ്ടൊക്കെ നമുക്കൊക്കെ മേള സംസ്കൃതിയിൽ മേള കലാകാരന്മാരുടെ ജീവിതത്തിലും പെരുമാറ്റത്തിലുമൊക്കെ ഒരു പൊതു ചട്ടക്കൂടുണ്ട്. പ്രഗത്ഭരായ കലാകാരന്മാരെ നമ്മൾ ബഹുമാനിക്കുക, പ്രായക്കൂടുതലുള്ളവരെ ബഹുമാനിക്കുക, കൂടുതൽ മുമ്പ് തുടങ്ങിയവരുടെ കീഴിലാണ് നമുക്കൊക്കെ നിന്ന് കൊട്ടാനുള്ള അവസരമുള്ളൂ. അപ്പോൾ അങ്ങനെ 15-ാമനായി എന്ന് വെച്ചാൽ മേളനിരയിലെ അവസാനത്തെ ആൾ ആയിട്ടാണ് തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത്. കുറേശ്ശെ കാലപ്പഴക്കം കൊണ്ട് കുറേശ്ശെ പ്രൊമോഷൻ കിട്ടി തുടങ്ങി. പിന്നെ അച്ഛൻ നല്ലൊരു സംഘാടകൻ എന്ന് പറഞ്ഞാൽ മേളം ചുമതലയേറ്റാൽ മേളം നന്നാവണം. അത് ഒരു കരാറെടുത്താൽ 10 രൂപ ലാഭം കിട്ടലല്ല. അതേസമയം മേളത്തിന് 10 പരിപാടി കൂടണം എന്നുള്ള നിലയ്ക്ക് വട്ടം കൂട്ടും. അച്ഛനൊരു മേളം നടത്തുമ്പോൾ ഏൽപ്പിക്കാതെ ഒരു 4 പേര് വന്നാൽ പോലും അച്ഛൻ അവരോട് വേണ്ട പറയില്ല, അവരെയും കൂടി കൂട്ടി വിടും. അച്ഛൻ്റെ വക കൂടുതൽ ഏൽപ്പിക്കും, പിന്നെ വരുന്നവർ അതും കൂടും. അങ്ങനെ മൊത്തം നന്നായിട്ട്. അപ്പം കലാകാരന്മാരുടെ ഇടയിൽ അച്ഛന് വളരെ സ്വാധീനം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനോട് വളരെ സ്നേഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊക്കെ കൊട്ടാൻ തുടങ്ങിയപ്പോൾ ഈ അച്ഛൻ്റെ പ്രവൃത്തി കൊണ്ട് ഉണ്ടാവുന്ന ഗുണം ഒരു പരിധി വരെ കുറേ എനിക്കും കിട്ടിയിട്ടുണ്ട്. അതായത് അച്ഛൻ്റെ കൂടെയൊക്കെ കൊട്ടാൻ പോകുമ്പോൾ നേരത്തെ ഈ പറഞ്ഞ പോലെ കുറച്ചൊക്കെ സീനിയോറിറ്റി മറികടന്നുകൊണ്ട് പ്രായമായവരാണ്, നേരത്തെ കൊട്ടു തുടങ്ങിയവരാണ്, എന്നേക്കാൾ ഒരു പരിധിവരെ കഴിവുള്ള ആൾക്കാർ പോലും എനിക്ക് സ്ഥലം തരിക. അവർ സ്ഥലം പതിക്കെ വഴി മാറി നിന്നുകൊണ്ട് എന്നെ ഉള്ളിൽ നിർത്തി കൊട്ടിക്കുന്ന ഒരു സമ്പ്രദായം ചിലവരൊക്കെ കുറച്ച് മനസ്സ് തുറന്നിട്ട് അതവർ തന്നെ പറയും. അതായത് ഭാവിയിലേക്ക് നല്ല ഒരാളാവാൻ ആവണം എന്നുള്ളത് അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ നേരെ ആവണം, നന്നാവണം എന്ന് വെച്ചിട്ട് എനിക്ക് കുറച്ചൊക്കെ പ്രൊമോഷൻ എൻ്റെ ക്കാൾ സീനിയറായ കലാകാരന്മാർ എന്നോട് സഹകരിച്ച് പ്രവർത്തിച്ചത് ഒരു കാരണമുണ്ട്. പിന്നെ എനിക്ക് അവിചാരിതമായിട്ട് എനിക്ക് 29 വയസ്സുള്ളപ്പോൾ
ഞാൻ 1982 ഗുരുവായൂർ അമ്പലത്തിൽ പ്രമാണം കൊട്ടാനുള്ള ഒരു അവസരം കിട്ടി. അതാണ് ആദ്യമായിട്ട് കിട്ടുന്നത്. അതാണ്, അതായത് ഒരു നല്ല മേളത്തിന് ഉത്തരവാദിത്വത്തോടു കൂടി പ്രമാണം കൊട്ടിയ ഒരു മേളം, വലിയ മേളം എന്ന് പറയുന്നത് ഗുരുവായൂർ ദശമിവിളക്കിൻ്റെ മേളം. അപ്പോൾ അതിനു മുമ്പൊക്കെ ഞാൻ ഞങ്ങളുടെ നാട്ടിൽ കാവോട്ടങ്ങളിൽ 3 ചെണ്ടയായിട്ടും 10 ചെണ്ടയായിട്ടുള്ള മേളങ്ങൾക്കൊക്കെ അത്യാവശ്യമൊക്കെ നടക്കുന്ന ഒരു പാണ്ടി പഞ്ചാരിക്ക് കൊട്ടും. എങ്കിലും അറിയപ്പെടുന്ന മേളങ്ങളിൽ പ്രമാണമാവാൻ സാധിച്ചത് ഗുരുവായൂരിൽ നിന്നാണ്. അത് 1982 ദശമിവിളക്കിനാണ്. അത് എൻ്റെ സാഹചര്യം എന്താണെന്നുണ്ടെങ്കിൽ പ്രഗത്ഭർ മാത്രമേ അവിടെ പ്രമാണം കൊട്ടിയിട്ടുള്ളൂ. പ്രശസ്തരായ ഉന്നതന്മാർ മുഴുവൻ അണിചേർന്നുകൊണ്ടാണ് അതിൻ്റെ തലേ കൊല്ലം ദശമിവിളക്കിൻ്റെ മേളം. ആ മേളത്തിൽ ഞാൻ കൊട്ടിയിട്ട് അന്ന് പല്ലശ്ശേരി പത്മനാഭന്മാരാർ, തിരുവപ്പുറ രാംപുതളാശാൻ, അച്ഛൻ, കടവല്ലൂർ അച്യുതമാരാർ, ഗുരുവായൂർ കുഞ്ഞന്മാരാർ തുടങ്ങിയ പ്രഗത്ഭർ നിരവധി കൊട്ടുന്ന മേളത്തിൽ കുട്ടിയായിട്ട് ഞാൻ കൊട്ടുന്ന ഒരു ഫോട്ടോ അടുത്ത കാലത്ത് ഒരു ഫേസ്ബുക്കിൽ വന്നു. അപ്പോൾ നോക്കുമ്പോൾ ഒരു 2 ജനറേഷനാണ്. പ്രായമായവരുടെ ഒരു നിരയൻ, അതിൻ്റെ പിന്നിൽ ഒരു കുട്ടി ചെണ്ട കൊട്ടുന്നത്. കറുത്ത തലമുടിയുള്ളത് അന്ന് ആ ഫോട്ടോയിൽ എനിക്ക് മാത്രമേ ഉള്ളൂ ആ ഫോട്ടോ. ഇന്ന് മുഴുവൻ വെളുക്കുകയും ചെയ്തു. അങ്ങനെയാണ് തലേ കൊല്ലം ദശമിവിളക്കിന് മേളം മുഴുവൻ വെളുക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ നമ്മൾ വയസ്സുണ്ടായി. പിന്നത്തെ കൊല്ലം വന്നപ്പോൾ ഒരു ടേണിംഗ് പോയിന്റ്. അവിടെ തീരുമാനത്തിൽ ഒരു മാറ്റം വരികയാണ്. അച്ഛനൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇത് പ്രീ പ്ലാൻഡും അല്ല, നീ നേരത്തെ പറഞ്ഞുറപ്പിച്ചിട്ട് തയ്യാറായി പോവില്ലല്ല. അവിടെ ചെല്ലുന്ന സമയത്ത് ഇത്തവണ എന്തായാലും ചെറുപ്പക്കാരുടെ മേളാവട്ടെ എന്നൊരു തീരുമാനം എടുക്കുകയാണ്. അപ്പോൾ ചെറുപ്പക്കാരുടെ മേളാവൻ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി കൊച്ചപ്പേട്ടൻ എന്നാ പറയാം. എന്നെ കുട്ടേട്ടാന്ന് വിളിക്കുമ്പോൾ എല്ലാവരും കൊച്ചപ്പേട്ടാന്ന് വിളിക്കുക. അദ്ദേഹത്തിൻ്റെ ഒരു സജഷനാണ് ചെറുപ്പക്കാരുടെ മേള എന്താ ഉണ്ണികൃഷ്ണനല്ലേ, കുട്ടിയല്ലേ. അപ്പോൾ അതുകൊണ്ട് ചെറുപ്പക്കാരുടെ മേളം നമുക്ക് ഇത്തവണ എന്ന് തീരുമാനിച്ചു. അത് ആനന്ദ തിരുമേനോട് പറഞ്ഞപ്പോൾ അദ്ദേഹവും സമ്മതിച്ചു. അപ്പോൾ അതിൽ അന്ന് ചെറുപ്പക്കാരിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കഴിഞ്ഞ കൊല്ലത്തെ വയസ്സായവരുടെ കൂട്ടത്തിൽ ചെറുപ്പക്കാരനായിട്ട് ഞാനേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എൻ്റെ പ്രമാണത്തിൽ മേളം നിശ്ചയിച്ചു. സത്യത്തിൽ ഇത് കൊട്ടാൻ പോകുന്നതിന് മുമ്പ് തലേദിവസം പോലും എനിക്കറിയില്ല. അപ്പോൾ മേളത്തിൽ ദശമിവിളക്കിൻ്റെ എല്ലാവരും വരും. അത്യാവശ്യം കുട്ടികൾ മറ്റുള്ളവരും ആ ഒരു കാലഘട്ടത്തിൽ മുമ്പിലല്ലെങ്കിലും പിന്നിലുണ്ടാവും. പിന്നെ കൊച്ചപ്പേട്ടന് ഇത് മുൻകൂട്ടി മനസ്സിലുള്ളത് കൊണ്ട് അത്യാവശ്യം തായമ്പക്കാരും കൊച്ചപ്പേട്ടനോട് താല്പര്യമുള്ള കുട്ടികൾ ഇപ്പോൾ ഒരു ഉപദേശം അങ്ങനെയുള്ളവരെ കുറച്ച് കൊച്ചപ്പേട്ടൻ സ്വകാര്യമായിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്നു, വിശേഷാൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തലേദിവസം പറഞ്ഞു നാളെ ഇപ്പോൾ ഇങ്ങനെ തീരുമാനിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മേളം തുടങ്ങി, മേളം കൊട്ടി. എൻ്റെ കൂടെ ദീപ ഈ പോരൂര് ആരൊക്കെയാന്ന് കൊട്ടിയെന്ന് തന്നെ എനിക്ക് പറയാൻ അറിയില്ല. എന്ന് വെച്ചാൽ എനിക്ക് അത്രയേ അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളൂ. അന്നത്തെ ഒരു ഫോട്ടോ പോലും എൻ്റെ കയ്യിൽ കാണില്ല. എൻ്റെ കൂടെ കൊട്ടിയ ആൾക്കാരെ മുഴുവൻ എനിക്കറിയില്ല. എങ്കിലും ചെറുപ്പക്കാരായിട്ടൊരു 10-11 പേര് അന്ന് കൂടെ കൊട്ടിയുണ്ടാവും. അതിൽ പോരൂർ പ്രദേശത്തുണ്ട് ഈ തായമ്പക കൊട്ടുന്ന കുട്ടികൾ. അങ്ങനെ പിന്നെ ഗുരുവായൂരുള്ള അന്ന് കൊട്ടാൻ പറ്റിയ ആൾക്കാരെ ആരൊക്കെയാ വെച്ചാൽ അവരാണ് എൻ്റെ കൂടെ ഒന്ന് ചേർന്ന്. എനിക്ക് എൻ്റെ പ്രദേശത്തുനിന്ന് എന്നെ സഹായിക്കുന്നതോ അങ്ങനെ ആരും അന്ന് അതിലുണ്ടായിരുന്നു എന്നും തോന്നില്ല. അപ്പോൾ ഒരു അങ്ങനെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു ടീമിൽ, ചെറുപ്പക്കാരുടെ ടീമിൽ മേളപ്രമാണിയായിട്ട് പ്രവർത്തിക്കാൻ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ ഭാഗ്യം കിട്ടി. അതാണൊരു തുടക്കം. അന്നിപ്പോൾ സത്യത്തിൽ തുറന്നു പറയാം, ഇപ്പോൾ ഒരു പഞ്ചാരി മേളം തുടങ്ങി. പഞ്ചാരി മേളമായിരുന്നു. അവിടെ 7 മണി തുടങ്ങി 10 മണി വരെയാണ് അന്നൊക്കെ മേളത്തിൻ്റെ ചിട്ട. 3 മണിക്കൂർ കൂട്ടണം എല്ലാ ദിവസവും. ഏകാശി കാലത്ത് 3 മണിക്കൂർ ഉണ്ടായി. 3 മണിക്കൂർ. അപ്പോൾ ഒന്നാം കാലം മുതൽ. അതെ. ഉത്സവകാലത്തും അങ്ങനെ തന്നെയാണ്. കൈകൊണ്ട് തന്നെയല്ലേ? കോലും കയ്യും. ഇപ്പം ചിലർ ഈ ഇരുകോല് തുടങ്ങിയിട്ടുണ്ടോ? അതുകൊണ്ടാണ് ചോദിച്ചത്. ഇല്ല, അവിടെ ആദ്യമൊക്കെ ഇത് 2ഉം പതിവുണ്ട്. പക്ഷെ ഇപ്പോൾ സ്ഥിരമായിട്ട് കാലത്ത് കയ്യുകോലുമായിട്ടുള്ള പഞ്ചേരിയാണ്. ആരും വന്നാലും ഇപ്പം അങ്ങനെയാണ്. പണ്ടൊക്കെ അത്യാവശ്യം മാറിക്കൊട്ടാറുണ്ട്. അപ്പോൾ 3 മണിക്കൂർ എങ്ങനെയാണ് പഞ്ചാരി കൊട്ടുക എന്ന് മനസ്സിൽ കണക്ക് കൂട്ടി കൊട്ടാനൊന്നും അന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു പ്രമാണിയല്ല. മറ്റുള്ളവർ കൊട്ടുമ്പോൾ കൂടെ കൊട്ടുക കുട്ടികളിയായിട്ട് നടന്നിരുന്നൊരു കാലം. പക്ഷേ എന്തോ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട്
3 മണിക്കൂർ നേരം കൊട്ടാൻ സാധിച്ചു. മേളം കഴിഞ്ഞപ്പോൾ ആഞ്ഞം തിരുമേനി ഓണപ്പട തന്ന് എന്നെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അതന്നെയാണ് ഞാൻ ഈ മേളപ്രമാണി ആവാനുള്ള വലിയ അനുഗ്രഹം, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം. 82 മുതൽ അതെ, പ്രമാണം. അതിപ്പോഴും 82 മുതൽ 2024 ഞാൻ തന്നെയാണ് പ്രമാണം കൂട്ടുന്നത്. ഈ ഒരു 10-42 വർഷമായിട്ട് ഈ ദശമി വിളക്കിന് തുടർച്ചയായിട്ട് കൂട്ടണം. അതിൻ്റെ ഇടയിൽ ഒരു കൊല്ലം പൂക്കാട്ടിരുത് വേറെ പ്രകാശം വന്നു, ഒരു കൊല്ലം പലവരം മലർ ഉണ്ടായിരുന്നു. 2 പേര് 2 കൊല്ലം അതിൻ്റെ ഇടയിൽ പ്രമാണിമാരായിട്ട്. അപ്പോൾ അവർ വന്ന അവരാണല്ലോ പ്രമാണി. ഞാനുണ്ട്. ഞാൻ മുടങ്ങാതെ തുടർന്ന് കൊട്ടുന്നു. ബാക്കി എല്ലാ കൊല്ലം എൻ്റെ പ്രമാണത്തിലാണ് നടന്നത്. അതാണ് ഒരു വലിയൊരു അനുഗ്രഹം. അതേപോലെ തന്നെ ഞാൻ ആദ്യം തുടങ്ങിയെന്ന് പറയണത് 68 ചേർപ്പ് ഭഗവതിയുടെ മുമ്പിലാണ്, ഞങ്ങളുടെ അടിയന്തര ക്ഷേത്രം. ഭഗവതിയുടെ അനുഗ്രഹം ഇതാണ് എൻ്റെ മേളത്തിൻ്റെ വ്യക്തിപരമായ കഴിവിനേക്കാൾ അപ്പുറം എനിക്ക് ഈ ഈശ്വര അനുഗ്രഹം തന്നെയാണ്. തീർച്ചയായിട്ടും. ഇത് തുടർന്ന് 82 ഞാൻ മേളം കൊട്ടുമ്പോൾ അച്ഛൻ അവിടെ ഗുരുവായൂരുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞന്മാരുണ്ട്, കടവല്ലൂർ അച്ഛന്മാരുണ്ട്, പ്രഗത്ഭരായ കലാകാരന്മാർ അവിടെ ഇല്ലാണ്ടല്ല. കുട്ടികളെ ചെറുപ്പക്കാർ വേണമെന്ന് വെച്ചിട്ട് അവരൊക്കെ അന്ന് വിശ്രമം എടുത്തുകൊണ്ട് നമുക്ക് അവസരം തന്നതാണ്. അതൊരു വലിയ ഭാഗ്യമായി. ഈ അനുഗ്രഹം പിന്നത്തെ കൊല്ലം 83 പെരുവനം നടവഴിയിൽ 4 പ്രധാന പൂരം, ആറാട്ടുപുഴ ശാസ്താവിന് പാണ്ടി, ചാത്തക്കുളം, ഊരകം, ചേർപ്പ് 3 പഞ്ചാരി മേളം നടത്തുന്നതല്ല. ഇതുപോലെ തന്നെ ഒരു 50 വയസ്സ് 60 വയസ്സാവാത്ത ഒരു പ്രമാണി അവിടെ ഉണ്ടായിട്ടില്ല ഓർമ്മയിൽ. ഇനിയിപ്പോൾ പണ്ട് കാലത്ത് എങ്ങനെ ഉണ്ടായിട്ടുണ്ടോ അറിയില്ല. 83 അവിടെയും ഈ പറഞ്ഞ പോലെ ഞാൻ പ്രമാണിയായി മേളം കൊട്ടാണ്. അതും അതിൻ്റെ ഒരു സാഹചര്യം പ്രത്യേകമായിട്ട് ഉണ്ടായതാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് മറ്റുള്ളവരെ മാറ്റി നിർത്തി പ്രമാണിയായതല്ല. അവിടെ സ്വാഭാവികമായിട്ടും പ്രഗത്ഭരായ കലാകാരന്മാരുണ്ട്. അച്ഛൻ ആറാട്ടുപുഴ ശാസ്താവിൻ്റെ മേളത്തിനാണ് സ്വതः പ്രമാണിയായിട്ട് കൂട്ടുക. അച്ഛൻ്റെ കൂടെ പ്രമാണിമാരെല്ലാവരും ആറാട്ടുപുഴ ശാസ്താവിൻ്റെ പാണ്ഡിമേളത്തിൽ പങ്കെടുക്കണം. 81 വരെ അങ്ങനെയാണ് ചിത്രം. 81 അച്ഛന് അവിടെ നിന്ന് മാറേണ്ടതായിട്ട് വന്നു. പക്ഷെ അച്ഛൻ മാറിയപ്പോൾ മകനായി കൂടെ ഉള്ളവർ ആരും അച്ഛൻ്റെ കൂടെ പോകുന്നില്ല. അച്ഛൻ മാത്രം അവിടെ നിന്ന് ആറാട്ടുപുഴ ശാസ്താവിൻ്റെ മേളത്തിൽ നിന്ന് പിന്മാറി, ബാക്കി എല്ലാവരും അവിടെ നിന്നു. അച്ഛൻ മാത്രം ഇങ്ങോട്ട് മാറി. അപ്പോൾ അച്ഛൻ ഇങ്ങോട്ട് മാറിയപ്പോൾ ഉടനടി അതിൻ്റെ എതിർവശം അപ്പോൾ അതേ സമയത്ത് നടത്തുന്ന പൂരമാണ് ചാത്തക്കുടത്തിൻ്റെ പൂരം. ആ ചാത്തക്കുടത്തിൻ്റെ പൂരക്കാർ നേരെ അച്ഛനെ പ്രമാണിയായിട്ട് 82 ചാത്തക്കുടത്തിൻ്റെ പൂരത്തിന് അച്ഛൻ കൊട്ടി. ചാത്തക്കുടത്തിൻ്റെ പൂരത്തിന് കൊട്ടുമ്പോൾ അച്ഛൻ്റെ അടുക്ക നിന്ന് കൊട്ടാൻ ഞാനേ ഉണ്ടായുള്ളൂ. അച്ഛൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കളൊക്കെ അപ്പുറത്ത് മറുചേരിയിൽ നിൽക്കുക. ആരും ഇങ്ങോട്ട് പോകുന്നില്ല, അവരവിടെ നിന്നു. ഇപ്പുറത്ത് ഒരു ഭാഗത്ത് ഞാനും ഒരു ഭാഗത്ത് ചേറൂർ രാമകണ്ഠത്ത് ഉണ്ണിമാരെ, അങ്ങനെ ഒരു ജൂനിയർ ടീമിനെ വെച്ചിട്ടാണ് അച്ഛൻ ഇവിടെ കൊട്ടിയത്. ആ കൊല്ലത്തിൽ മേളം അവസാനിക്കുന്ന സമയത്തായപ്പോൾ അച്ഛന് ശ്വാസം മുട്ട് വന്ന് കൊട്ടാൻ പറ്റാത്ത ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ പിന്നത്തെ കൊല്ലം വെളുപ്പം കാലത്ത് ചേർപ്പ് ഭഗവതിയുടെ പൂരം അച്ഛന് പ്രമാണം കൊട്ടണം. ഈ ശ്വാസം മുട്ട് വന്ന് അച്ഛന് ആശുപത്രിയിൽ അഡ്മിറ്റായപ്പോൾ ചേർപ്പിൻ്റെ പൂരത്തിന് അച്ഛന് കൊട്ടാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പോൾ അങ്ങനെ അച്ഛൻ പിന്നത്തെ കൊല്ലം എന്തു പറഞ്ഞു വെച്ചാൽ, ഞാൻ ഭഗവതിയുടെ അടിയന്തരക്കാരനാണ്, ഭഗവതിയുടെ മേളം എനിക്ക് കൂട്ടണം, അതുകൊണ്ട് ഇനി മറ്റു മേളത്തിന് ഞാൻ പ്രമാണം കൂട്ടണില്ല. അപ്പോൾ ചാത്തക്കുടത്ത് പ്രമാണി വേണം. അപ്പോൾ പിന്നത്തെ സീനിയർ അതിൽ ഞാനാണ്. അങ്ങനെ 83 മുതൽ ചാത്തക്കുടത്തിൻ്റെ പ്രമാണിയായി. അതൊരു ഭാഗ്യമാണ്. അത് എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും അല്ലെങ്കിൽ അച്ഛൻ്റെ പ്രവർത്തന ബലത്തിൻ്റെ പുണ്യം കൊണ്ടും മേളം നന്നായി. കുട്ടികൾ കൂട്ടിയാലും മേളം നന്നാവും. ഞാൻ 16 കൊല്ലം തുടർച്ചയായിട്ട് ചാത്തക്കുടത്തിൻ്റെ പ്രമാണിയായിട്ടു. ഇവിടെ മേളം നന്നായി നടക്കുന്നത് കണ്ടിട്ട് ഒക്കെയിലും നല്ല പൂരമായിട്ട് നടക്കുന്ന 2 പൂരങ്ങളാണ് ഊരകം ചേർപ്പും. അതിൽ ഊരക തമ്പുരാട്ടിയുടെ പൂരത്തിന് 83 ഞാൻ ചാത്തക്കുടത്തിൻ്റെ പ്രമാണിയായി. 4 കൊല്ലം കഴിഞ്ഞപ്പോൾ 87 ആയപ്പോഴേക്കും ഊരകത്തിൻ്റെ പ്രമാണം പൂരം ചുമതലയായിട്ട് നടത്താൻ എനിക്ക് ക്ഷണം കിട്ടി. 87-88 ഞാൻ ഊരകത്തിൻ്റെയും പ്രമാണിയായി.
അപ്പോൾ 87 അച്ഛൻ മരിച്ചിട്ടില്ല. അച്ഛൻ ചേർപ്പിൻ്റെ പ്രമാണിയായിട്ടുണ്ട്. 87 അച്ഛൻ മരിച്ചതോടുകൂടി എനിക്ക് ചേർപ്പിൻ്റെ ചുമതല വന്നു. അപ്പം ഞാൻ ഊരകത്തിൻ്റെ ചുമതല 2 കൊല്ലം നടത്തി, 87 തൊട്ട്. പിന്നെ ആ ചുമതല ഒഴിയാണ് ഉണ്ടായത്. അപ്പോൾ പെരുവനം നടവഴിയിൽ മേളം കൊട്ടാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ കലാകാരന്മാർക്ക് ഇഷ്ടപ്പെട്ടുള്ള സ്ഥലമാണ്. പിന്നെ അവിടെ ഒരു പ്രമാണം കുട്ടി കലാകാരൻ സ്വാഭാവികമായിട്ടെന്ന് വെച്ചാൽ ഒരുവിധം ശാസ്ത്രീയമായ ചിട്ട ഉള്ള ഒരു മേളമാണ് അവിടെ നടക്കുക. കലാകാരന്മാർ ധാരാളം ഉണ്ടാവും. എനിക്ക് അതിനോടൊപ്പം ഒരു കാര്യം ചോദിക്കാറുണ്ട്. ഈ പെരുവനോ പഞ്ചാരി മേളോ തമ്മിലൊരു വലിയ ബന്ധമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പം ഈ പഞ്ചാരി മേളം ഉണ്ടായത് പോലും പെരുവനത്താണെന്ന് ഒരു 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 എന്താ പറയണ്ടേ, കിംവദന്തിയോ അല്ലെങ്കിൽ ഒരു സംസാരം പൊതുവേ കേൾക്കാറുണ്ട്. അതിൻ്റെ ചരിത്രം എന്താണ്, അല്ലെങ്കിൽ അതെന്താണ് ഇതിങ്ങനെ പറയാൻ കാരണം? ഇതൊന്നും എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. കുറെ കേട്ടുകേൾവികളും സാഹചര്യ തെളിവുകളുമാണ് നമ്മുടെ മുമ്പിൽ എല്ലാ കാര്യത്തിലുള്ളത്. സ്വാഭാവികമായിട്ടും ഞാനൊക്കെ മനസ്സിലാകുന്നത് ഇപ്പോൾ പഞ്ചാരി താളം പെരുവനത്തുനിന്ന് ഉണ്ടായെന്ന് ഒരു അവകാശവാദം പറഞ്ഞാൽ അത് ഒരു ആരും അത്ര വിശ്വസിക്കുക. കാരണം എന്താ വെച്ചാൽ അതുകൊണ്ടാണ് ഞാൻ കിംവദന്തി എന്ന് പറയാൻ കാരണം. അത് അങ്ങ് കിംവദന്തി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഉത്തരം വ്യക്തമായി, മനസ്സിലായോ? ഞാൻ അങ്ങനെ പെരുവനത്തിന് വേണ്ടി ഒരു സ്വാർത്ഥ ലാഭത്തിനൊന്നും ശ്രമിക്കില്ല. അതേസമയം ഇതിപ്പോൾ നമ്മൾ വടക്കുന്നാണെങ്കിൽ തെടുമ്പ് നൃത്തം, തെയ്യം, നമ്മുടെ നാടൻ കലകൾ, തോറ്റം തുടങ്ങിയ അപ്പുറത്തേക്ക് പോയിട്ട് മുടിയേറ്റ്, കളമ്പാട്ട്, തെക്കോട്ട് പോയ കഥകളിയുടെ അല്ലെങ്കിൽ ഓട്ടത്തുള്ളി, ഇതിലൊക്കെ പഞ്ചാരി താളം ഇത് പറയണ്ട. അപ്പോൾ അതുകൊണ്ട് പഞ്ചാരി താളം എവിടെ നിന്നുണ്ടായി എന്ന് പറഞ്ഞാൽ അത് ഉണ്ടായ സ്ഥലത്തു നിന്ന് പറയാനേ പറ്റുള്ളൂ. നമ്മളാരും ഉണ്ടാക്കിയതല്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ ഏകതാളം ഓരോന്ന് കൂട്ടിയ ഓരോ താളങ്ങൾ, രൂപകം, ത്രിപട, ചെമ്പട, ചെമ്പ, അങ്ങനെ പഞ്ചാരി താളമൊക്കെ നേരത്തെ ഉള്ളതാണ്. മേളങ്ങളും എവിടുന്ന് ഉണ്ടായി എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറഞ്ഞാൽ പെരുവനത്തുനിന്ന് ഉണ്ടായി എന്ന് പറഞ്ഞാൽ വേറൊരാൾ ഞങ്ങളുടെ അവിടെ ഈ മേളം ഉണ്ടല്ലോ, ഞങ്ങൾ പെരുവനത്തുനിന്ന് കൊണ്ടുപോയതല്ല എന്ന് പറഞ്ഞാൽ അതിന് എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഞാനത് അവകാശവാദം ഉന്നയിക്കില്ല. ഞാൻ സാഹചര്യങ്ങൾ പറയാം. അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ് ഈ മേളത്തിൻ്റെ ഒരു എന്താ പറയണ്ടേ, ഒരു സെറ്റപ്പ് ഉണ്ടാവുക. അതെ, അല്ല, ഈ പെരുവനത്തിനുള്ള പ്രാധാന്യമുണ്ട്. അത് ആർക്കും അവഗണിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ പെരുവനം ഗ്രാമം, പരശുരാമൻ 64 ഗ്രാമങ്ങളായി കേരളത്തെ തൃശ്ശൂർ ജില്ലയുടെ സിംഹഭാഗം, അതായത് അകമല മുതൽ കൊടുങ്ങല്ലൂർ വരെയും തൃപ്പയാർ മുതൽ കുതിരാം വരെയുള്ള പ്രദേശം പെരുവനം ഗ്രാമമാണ്. അതാണ് പണ്ടത്തെ പെരുവനം ഗ്രാമം. അപ്പൊ പെരുവനം ഗ്രാമത്തിന്റെ 64 ഗ്രാമത്തിൽ പെടുവോ? അതെ, അതില് പ്രധാന ഗ്രാമമാണ് പെരുവനം ഗ്രാമം. ശുഗപുരം അതുപോലെ തുടങ്ങിയ ഗ്രാമങ്ങളാണ്. പിന്നെ പന്നിയൂര്. അപ്പോൾ ഈ അതിൻ്റെ സെൻട്രൽ പോയിൻ്റാണ് പെരുവനം ക്ഷേത്രം. പെരുവനം ക്ഷേത്രത്തിൽ ഒരു മഹാക്ഷേത്രമാണ്, വലിയ ക്ഷേത്രമാണ്. പൂരുമഹർഷി തപസ് ചെയ്ത കാട് പൂരുവനം, അത് മാറി പെരുവനമായതാണ് പേര്. പൂരുവനം പെരുവനമായി. ഈ പെരുവനത്തെ ഇരട്ടയപ്പൻ ഞാൻ നേരത്തെ പറഞ്ഞു, ഉമാമഹേശ്വരൻ അല്ലെങ്കിൽ ശങ്കരനാരായണമൂർത്തി അല്ലെങ്കിൽ അർദ്ധനാരീശ്വരൻ എന്നുള്ളതൊക്കെ പല സങ്കല്പത്തിൽ ധ്യാനിക്കുന്നത്. ഇരട്ടയപ്പൻ എന്നാണ് പറയുക. ദ്വയമാണ്, 2 ശിവലിംഗമാണ് അവിടുത്തെ പ്രതിഷ്ഠ. അവിടെ 1500 കൊല്ലം മുമ്പ് 28 ദിവസത്തെ ഉത്സവം നടത്തിയിരുന്നു. 28 ദിവസം ഉത്സവം നടക്കുന്നത് തളിപ്പറമ്പിലും പെരുവനത്ത് ഔട്ടത്തൂരാണ് കേട്ടിട്ടുള്ളത്. പിന്നെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയാം. മുമ്പ് കുമാരനെല്ലൂരൊക്കെ ഈ 28 ദിവസം ഉത്സവം കേട്ടിട്ടുണ്ട്. അന്ന് പല സ്ഥലങ്ങളിലും കേട്ടു. അത് ശരി. അപ്പോൾ ഒരുവിധം ക്ഷേത്രങ്ങളിലൊക്കെ പണ്ട് 28 ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഞാൻ കേട്ടത് നമ്മൾ ഈ ഓണത്തിന് ഒരു മാസം മുമ്പ് ഈ കുട്ടികളുടെ ഓണം എന്നൊക്കെ പറഞ്ഞിട്ട് കർക്കിടക മാസത്തിൽ തിരുവോണം മുതൽ ചിങ്ങമാസത്തിൽ തിരുവോണം വരെ ഓണാഘോഷം നടത്തിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. അതെ, എന്ന് പറഞ്ഞ പോലെ 28-ന് ഒരു വലിയ പ്രാധാന്യം. അപ്പൊ 28-ല് 1500 കൊല്ലം മുമ്പ് 28 ദിവസം ഉത്സവം ഉള്ളത് അവിടെ നിന്നു. അതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് ഈ പെരുവന ആറാട്ടുപുഴ പൂരങ്ങൾ നടക്കുന്നത് ഇപ്പോൾ. അതിപ്പോൾ മീനമാസത്തിൽ മകീര മുതൽ മീനമാസത്തിൽ അത്തം കൊടികുത്തോടു കൂടി അവസാനിക്കും. അതാണിപ്പോൾ അവിടുത്തെ ചിട്ട. ഇതിലെ ഒരു ഘട്ടത്തിൽ 108 ക്ഷേത്രങ്ങൾ
ഈ ഉത്സവത്തിൽ പങ്കെടുത്തിരുന്നു. ശിവക്ഷേത്രങ്ങളല്ലേ ഈ നേരത്തെ പറഞ്ഞ ഗ്രാമ അതിർത്തിയിൽപ്പെട്ട 108 തൃശ്ശൂർ ജില്ലയിലെ പ്രധാന ക്ഷേത്രങ്ങളിലെ 108 ദേവീദേവന്മാരെ ആറാട്ടുപുഴയിലും പെരുവനത്തും വന്നിരുന്നു. ആറാട്ടുപുഴയിൽ എന്ന് പറയുന്നത് പെരുവനം ഉത്സവത്തിൻ്റെ ആറാട്ട് കരുവന്നൂർ പുഴയിലാണ്. ആറാട്ട് നടക്കുന്ന സ്ഥലം ആറാട്ടുപുഴ ആയി. കരുവന്നൂർ പുഴ ആറാട്ടുപുഴയായത് പെരുവനത്തിൻ്റെ ഇരട്ടയപ്പൻ്റെ ആറാട്ട് നടക്കുന്നതുകൊണ്ടാണ്. അത് 108-42 കുറഞ്ഞു. 42 ഒരു ചരിത്രം ഇപ്പോൾ അവിടെ അവശേഷിക്കുന്നുണ്ട്. 42 ഈശ്വര ക്ഷേത്രം അല്ലെങ്കിൽ പ്രതിഷ്ഠയുണ്ട് അവിടെ ചിറ്റൂരുമനകിൽ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ ആറാട്ടുപുഴ പൂരത്തിന് 42 ദേവീദേവന്മാർ പങ്കെടുത്തിരുന്നു. അപ്പോൾ ചിറ്റൂരുമനകിലെ അന്തർജനം തമ്പുരാനോട് പറഞ്ഞു, എനിക്ക് പൂരം കാണുന്ന മോഹമുണ്ട്. അന്ന് അന്തർജനങ്ങൾ പുറത്തേക്ക് പോകില്ല. അപ്പോൾ ദിവ്യന്മാരായ നമ്പൂതിരിമാരുള്ള ഒരു കാലമാണ് അന്ന്. തപസ്സികളാണ്. അവർക്ക് എന്തും സാധ്യമായ ഒരു കാലത്ത് ഈ തിരുമനസ്സിനോട് അന്തർജനം ഇതിങ്ങനെ പറഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി ആറാട്ടുപുഴയിൽ നടക്കുന്ന പൂരം പ്രത്യക്ഷത്തിൽ ചിറ്റൂരുമനക്കിൽ ഈ തിരുമേനി അവിടെ അവർക്ക് ദർശനം കൊടുത്ത് കാണിച്ചു കൊടുത്തു എന്നാണ് സങ്കല്പം. 42 ഈശ്വരന്മാരെ അവിടെ ഇരുന്നു കൊണ്ട് അവർക്ക് പൂരം കാണാൻ സാധിച്ചു എന്ന് പറയുന്നു. അതിൻ്റെ അനന്തരഫലമായിട്ട് ചിറ്റൂരുമനക്കിൽ 42 ഈശ്വരന്മാരെ പ്രതിഷ്ഠിച്ച് ഒരു കോമ്പൗണ്ട് തന്നെ ഉണ്ടായി. അപ്പോൾ 42 ഈശ്വര സങ്കല്പം ഈ ആറാട്ടുപുഴ പൂരത്തിൻ്റെ അത് പറയണ്ട. അപ്പോൾ അത് 42ആയി. ഇപ്പോൾ 24 ദേവീദേവന്മാർ ഈ പൂരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആ പങ്കെടുക്കുന്നതും നേരത്തെ പറഞ്ഞ ഈ അതിർത്തികൾ ഇപ്പോൾ തൃശ്ശൂർ മണ്ണുത്തി സൈഡിൽ നിന്ന് വരുന്നുണ്ട്, തൃപ്പയാറിൽ നിന്ന് എഴുന്നള്ളിച്ച് വരുന്നുണ്ട്, വരന്തരപ്പള്ളിയിൽ നിന്ന് എഴുന്നള്ളിച്ച് വരുന്നുണ്ട്, ചാലക്കുടിയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ദൂരത്തു നിന്ന് 25 കിലോമീറ്റർ അകലെ നിന്നൊക്കെ ദേവീദേവന്മാർ ആറാട്ടുപുഴയിലും പെരുമനത്തും വരുന്നുണ്ട്. ഇത് തുടങ്ങിയിട്ട് 1443 കൊല്ലം കഴിഞ്ഞു. അതൊരു ശിലാലിഖിതമുണ്ട് ഗ്രന്ഥവരിയിൽ. ആയാതു ശിവലോകം ഒരു ദിനസംഖ്യയാണ്. ആ കലിദിന സംഖ്യ 3684 മീനമാസം 27-ാം തീയതി ആറാട്ടുപുഴ പൂരം സമാരംഭം. അതാണ് ഈ കലിദിന സംഖ്യയുടെ അർത്ഥം. അപ്പം അത് ഇന്നിപ്പോൾ 5000 കലിദിന സംഖ്യ. അപ്പോൾ 1443 പൂരം കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് മേളമായിട്ട് ബന്ധിച്ചാൽ മേളം ബന്ധിപ്പിക്കുന്നത് പൂരത്തിനോട് കൂടി. പൂര സംസ്കൃതി വന്നിട്ട് 1443 കൊല്ലേ. ഇത്രയും ചരിത്രപരമായി പഴക്കമുള്ള പൂരങ്ങളുടെ ചരിത്രം നമുക്ക് മറ്റെവിടെയും കേൾക്കാനില്ല. അപ്പോൾ ഈ പെരുവന ആറാട്ടുപുഴ പൂരങ്ങൾ ഏറ്റവും പ്രാചീനം അല്ലെങ്കിൽ പഴക്കം ചെന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ ഒരു സാധ്യതയുണ്ട്. അത്രയും ഞാൻ പറയുള്ളൂ, സാധ്യതയുണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ. ആ പെരുവനം പൂരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, പെരുവനം നടവഴി 100 മീറ്റർ നീളം, 15 മീറ്റർ വീതി. ആ 15 ആന അല്ല ചെണ്ടക്കാർ നിൽക്കാൻ പാകത്തിന് മാത്രം ചിട്ടപ്പെടുത്തിയ നടവഴി. 7 ആന നിൽക്കുക, മുമ്പിൽ 15 മേളക്കാർ നിൽക്കുക, 150 മേളക്കാർ ചേർന്നിട്ടുള്ള മേളങ്ങൾ നടക്കുക. 2 ഭാഗത്തും സ്റ്റേഡിയം പോലെ വെട്ടുകല്ലുകൊണ്ട് തറ കെട്ടി ഉയർത്തിയ സ്ഥലം. ഈ പൂരം നടത്താൻ വേണ്ടി ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയം ഉണ്ടാക്കിയതാണ് പെരുവനം നടവഴി. ഒരു 100 മീറ്റർ നീളമുണ്ട്. ഒരറ്റത്ത് പാണ്ടിമേളം നടക്കുമ്പോൾ ഒരറ്റത്ത് പഞ്ചാരിമേളം നടക്കുന്നു. രണ്ടും തമ്മിൽ യാതൊരു വക ശല്യം ഉണ്ടാവില്ല. റസൂൽ പൂക്കുട്ടി വന്ന് പല സ്ഥലത്തും മേളം റെക്കോർഡ് ചെയ്യാൻ വന്നു. അദ്ദേഹം ഒരു സൗണ്ട് എഞ്ചിന് ഓക്സാർ അവാർഡ് കിട്ടിയ ആളാണ്. അദ്ദേഹം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് പെരുവന നടവഴിയിൽ വന്നിട്ട് അദ്ദേഹം ഇങ്ങനെ 2-3 പ്രാവശ്യം ക്ലാപ്പ് ചെയ്തു. ക്ലാപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ റെക്കോർഡ് ചെയ്യാൻ സെറ്റ് ചെയ്ത് വെച്ച് സെറ്റ് മുഴുവൻ അഴിച്ചു കൊണ്ടുവന്ന് നടവഴിയിൽ സെറ്റ് ചെയ്തിട്ട് നടവഴിയിലാണ് മേളം. അത്രയും പരിശുദ്ധമാണ് ശബ്ദത്തിന് ആ നടവഴി. അപ്പോൾ അവിടെ നടക്കുന്ന 4 മേളങ്ങൾ, ഒന്ന് ശാസ്താവിൻ്റെ പാണ്ടിമേളവും ബാക്കി 3 പഞ്ചാരി മേളവും. ഇതോടൊപ്പം അമ്പലത്തിനകത്ത്
രാത്രി 12 മണിക്ക് വിളക്ക് എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. പണ്ട് പെരുവന ഉത്സവത്തിൻ്റെ വലിയ വിളക്ക് ദിവസമാണ് ഇപ്പോൾ ഈ പെരുവന പൂരം ആഘോഷിക്കുന്നത്. അപ്പോൾ വിളക്കിന് ഈ അവിടെ 18 ദേവീദേവന്മാരെ പെരുവനത്ത് വരിക. അതിൽ 4 പൂരങ്ങളോട് കൂടി 6 പേര് അതിൽ തന്നെ ഉൾക്കൊള്ളും. ചില പൂരത്തിന് 2 ആളെ എഴുന്നള്ളിക്കും. ചേർപ്പിൻ്റെ കൂടെ അയ്യൊന്ന് ഭഗവതി ഉണ്ടാവും, ചാത്തക്കുടത്തിൻ്റെ തൊട്ടിപ്പാൾ ഭഗവതിയുണ്ട്, ഊരകത്തിൻ്റെ കൂടെ ചാത്തക്കുട ശാസ്താവുണ്ട്, പിഷാരിക്ക ഭഗവതി നേരത്തെ പൂരം കഴിഞ്ഞ് പോവുകയും ചെയ്യും. ബാക്കി 11 പേര് ഒരുമിച്ച് അകത്ത് വിളക്കിൻ്റെ ചടങ്ങായിട്ട് നടക്കുന്നുണ്ട്. ആ ചടങ്ങ് കണ്ടാൽ ഇപ്പുറത്തെ നടവഴിയിൽ നടക്കുന്ന പൂരങ്ങൾ, ആനച്ചമയങ്ങൾ, ആനകളൊത്ത് ഭംഗിയുള്ളത്, ആനച്ചമയങ്ങൾക്കാമോ മേളം വിസ്തരിച്ച് ചിട്ടയായിട്ട് എല്ലാത്തിനും ആനച്ചന്തം. അതെ, അല്ല, അതീവ ശ്രദ്ധയോടു കൂടി നടക്കുന്ന പൂരങ്ങളാണ് നടവഴിയിൽ. അപ്പുറത്ത് വിളക്കിന് നടക്കുന്ന ഇത് വലിയ ആന ഉണ്ടാവും, ചെറിയ ആന ഉണ്ടാവും, ചിലതിന് കോല ഉണ്ടാവും, ചിലതിന് തെടുമ്പ് ഉണ്ടാവുള്ളൂ. വലിയ ആനയ്ക്ക് ചെറിയ തലയൊക്കെ ഉണ്ടാവും, ചെറിയ ആനയ്ക്ക് വലിയ തലകൾ. അപ്പോൾ നമ്മുടെ പള്ളത്തേരി തിരുമേനി നമ്പ്യാത്തൻ തിരുമേനിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞു, പെരുവനം പൂര ശ്രദ്ധയിൽ നടക്കണം പൂര. അപ്പോൾ ഈ വിളക്ക് ശ്രദ്ധയിലെ ഒരു അശ്രദ്ധയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു അശ്രദ്ധയല്ല. അതിൻ്റെ കാരണം അത് 1443 കൊല്ലം മുമ്പ് നിന്നുപോയ, 1500 കൊല്ലം മുമ്പ് നിന്നുപോയ ഉത്സവത്തിൻ്റെ ശരിക്കുള്ള ബാക്കിപത്രം അതാ വിളക്കാണ്. അതിൽ പ്രധാന പൂരങ്ങൾ ഇപ്പുറത്ത് മാറി നടക്കുന്നു, ബാക്കിയുള്ളവരൊക്കെ പണ്ട് ആചരിച്ചിരുന്നത് ആചരിക്കണം. അപ്പോൾ ആ വിളക്കാചാരം എന്ന് പറയുന്നതാണ് സത്യത്തിലെ ഏറ്റവും പഴക്കമുള്ളത്. അതിന് കൊട്ടുന്ന മേളം പഞ്ചാരിയാണ്. അപ്പോൾ പഞ്ചാരി മേളം 1443 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നു. അമ്പലത്തിലായതുകൊണ്ട്, അകത്തായതുകൊണ്ടും സ്വാഭാവികമായിട്ടും വേറെ ഏതായാലും മേളം കൊട്ടിയുണ്ടാവുമെന്ന് പറഞ്ഞാൽ ഏതാ കൊട്ടിയെന്ന് ഉത്തരം പറയണ്ടേ. പാണ്ഡ്യാവില്ല അകത്തായതുകൊണ്ട് എന്ന് പറയാം. അല്ല, ഇനിയിപ്പോൾ അവിടെ തന്നെ പാണ്ഡ്യ അകത്ത് തുടങ്ങി പുറത്ത് കഴിയുന്നുണ്ട് ആറാട്ടപ്പുഴ ശാസ്താവിന്. അങ്ങനെ ഒരു ചിട്ടയുണ്ട് അവിടെ. പാണ്ഡ്യ അകത്താ തുടങ്ങുക, പുറത്തേക്ക് വന്നിട്ട് കഴിയുക ആറാട്ടപ്പുഴ ശാസ്താവിൻ്റെ. പക്ഷേ ഇപ്പോൾ അവിടെ കാണുന്നത് പഞ്ചാരിയാണ്. ഈ ഒന്നിനും മാറ്റങ്ങൾക്ക് വിധേയമല്ലാതെ, ഒരു ആർഭാടത്തിനും വഴിപ്പെടാതെ പഴമ നിലനിർത്തിക്കൊണ്ട് നടക്കുന്ന ഒരു ആഘോഷമാണ് ഈ വിളക്ക്. അപ്പോൾ അവിടെ കൊട്ടറ മേളവും പഴയ തന്നെ ആയിരിക്കില്ലേ, മാറ്റം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പഞ്ചാരി തന്നെ ആയിരിക്കും പണ്ട് അവിടെ കൊട്ടിയിരുന്നത്. അത് അത്ര കാലപ്പഴക്കമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. അതേസമയം പെരുവനം നടവഴിയിലെ പഞ്ചാരി വളരെയധികം ശ്രേഷ്ഠമാണ്. അപ്പോൾ പഞ്ചാരി മേളത്തിന് കാലാകാലങ്ങളിൽ പല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ശ്രദ്ധേയമായ മാറ്റം മഴമംഗലം നമ്പൂതിരിപ്പാടും പണ്ടാരത്തിൽ രാമന്മാരും അവർ 2 പേരും കൂടി ഇരുന്ന് ചർച്ച ചെയ്തുകൊണ്ട് പഞ്ചാരി മേളത്തിന് ശ്രദ്ധേയമായ കുറേ മാറ്റങ്ങൾ. അതായത് ഇപ്പോൾ മേളങ്ങൾ പല വിധത്തിൽ നമ്മൾ പലതും കൂട്ടുന്നുണ്ട്. ചെമ്പട 2 കാലമായിട്ട് കൂട്ടുന്നുണ്ട്, 4 കാലമായിട്ട് കൂട്ടുന്നുണ്ട്. പഞ്ചാരി 4 കാലമായിട്ടും 5 കാലമായിട്ടും കൂട്ടുന്നുണ്ട്. 2ാം കാലം മുതൽ കൂട്ടുന്ന സമ്പ്രദായമുണ്ട്. അപ്പോൾ ഇത് പണ്ട് തേതാ നിലനിരുന്ന് ഇപ്പോൾ ഉണ്ടായിരുന്ന പോലെയൊന്നും വിളക്കിനും അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയാൻ പറ്റില്ല. അപ്പോൾ മഴമംഗലം തിരുമേനിയും രാമന്മാരും അതുപോലെ തന്നെ മേള വിശാരദന്മാരും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ട് പഞ്ചാരിയിൽ കുറേ മാറ്റങ്ങൾ വരുത്തിയത്. എന്താണ് മാറ്റം വരുത്തിയതെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറയാൻ ആർക്കും പറ്റില്ല. അപ്പോൾ പെരുവനം നടവഴിയിലാണ് പഞ്ചവാരി മേളത്തിൻ്റെ നല്ല അവതരണങ്ങൾക്ക് മാറ്റങ്ങൾക്ക് വിധേയമായി അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ പഞ്ചാരി മേളത്തിൻ്റെ ഈറ്റില്ലം പെരുവനം, അകത്ത് പെരുവനത്ത് ഉണ്ട് മേളം. നടവഴിയിൽ ഇന്ന് നമ്മൾ കാണുന്ന വിധത്തിൽ നല്ല രീതിയിൽ ചിട്ടപ്പെടുത്തിയ മേളത്തിൻ്റെ ഉത്ഭവം പെരുവനം നടവഴിയിൽ ഈ പണ്ടാരത്തിൽ രാമന്മാരും മഴമംഗലം കൂടിയിട്ടാണ് എന്ന് പറയുന്നതും കേട്ടുകേൾവി, വ്യക്തമായ തെളിവൊന്നുമില്ല. അതിപ്പോൾ ആ മേളപ്പോൾ ഊരകത്തിന് കൊട്ടുണ്ട്, ചാത്തക്കുടത്തിന് കൊട്ടുണ്ട്, ചേർപ്പിനും കൊട്ടുണ്ട് പഞ്ചാരി. പിന്നെ
അതങ്ങനെ നിൽക്കുന്നു. അതേസമയം ഈ പെരുമനെ തന്നെ നടക്കുന്ന എല്ലാ മേളങ്ങൾക്കും പൊതുവായൊരു സ്വഭാവമുണ്ട്. പാണ്ടിമേളം മസ്റ്റാണ്. ഈ ഊരകമായാലും ചാത്തക്കുട ആയാലും ചേർപ്പായാലും ആറാട്ടുപുഴയായാലും തുടങ്ങണത് പാണ്ടിമേളം കൊണ്ടാണ്. അപ്പോൾ പാണ്ടിമേളം ഉണ്ട് അവിടെ. അപ്പോൾ മഴമംഗലം രാമന്മാരും പഞ്ചാരിയെ വിപുലീകരിക്കുന്നതിന് മുമ്പ് മേള സംസ്കൃതി ഉണ്ടല്ലോ. പാണ്ടി കഴിഞ്ഞാൽ പാറടവ് ശാസ്താവ് അതിഗംഭീരമായിട്ട് പാണ്ഡ്യ നടവേളി കൂട്ടുക. അമ്പലത്തിൻ്റെ അകത്ത് പാണ്ടി തുടങ്ങും. അത് കഴിഞ്ഞ് നടവഴിയിൽ ഇറങ്ങി നിന്ന് 7 ആന നിരന്ന് നിന്ന് അവിടെ 3 മണിക്കൂർ നേരം 6:30 തുടങ്ങിയ 9:30 വരെ പാണ്ടിമേള. ഇത് കഴിഞ്ഞ് ശാസ്താവ് കിഴക്കോട്ട് എഴുന്നള്ളി കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളുമ്പോൾ 3-ാം കാലം തൊട്ട് പഞ്ചാരി കൊട്ടിയിട്ട വരിക. അപ്പോൾ ആറടവ ശാസ്താവിന് വിപുലമായ പാണ്ടിയും ഹ്രസ്വമായ പഞ്ചാരിയും. ചാത്തക്കുടം ഊരകം ചേർപ്പ് എങ്ങനെയാ വെച്ചാൽ പാണ്ടി ഹ്രസ്വമാണ്, പഞ്ചാരി വിപുലീകരണം. അപ്പോൾ പഞ്ചാരിയും പാണ്ടിയും മറ്റ് മേളങ്ങളൊക്കെ ക്ഷേത്രങ്ങളുടെ ആചാരങ്ങളിൽ നിന്നും അനുഷ്ഠാനങ്ങളിൽ നിന്നും ഉണ്ടായതാണ്. ഏതെല്ലാം കാലഘട്ടത്തിലുണ്ടായി, ആദ്യം ഏതാ ഉണ്ടായി ഒന്ന് പറയാം. ചേർപ്പമ്പലത്തിൽ മകിരം പുറപ്പാടിന് മരപ്പാണി കഴിഞ്ഞ് നമ്മൾ തെടുമ്പ് എഴുന്നള്ളിക്കുമ്പോൾ സാധാരണ കൊട്ടിയിറക്കി ചെമ്പട കൊട്ടിയിട്ടാണ് എല്ലാ ക്ഷേത്രങ്ങളും ബഹുഭൂരിപക്ഷം കൊട്ടുക. അവിടെ അടന്ത മേളം കൊട്ടിയിട്ടാണ് വരിക. അവിടെ മാത്രമല്ല കുട്ടല്ലൂപൂരത്തിനും അങ്ങനെയാണ്. ഇനിയിപ്പോൾ ചാത്തക്കുളം പോലുള്ള ചില ക്ഷേത്രങ്ങളിലും മകീരം പുറപ്പാട് ദിവസം കൊട്ടി എഴുന്നള്ളിക്കണത് അടന്തമേള. അടന്തമേളത്തിൽ ചേർപ്പിലൊക്കെ 2 കൈയിലും കോലെടുത്തിട്ട് തന്നെയാണ് കൂട്ടുക. അടന്തമേളം അതും 4 അമ്പകത്തിനുള്ളിൽ അടന്തമേളം, പുറത്ത് കടന്ന് മുറിയടന്ത കൊട്ടി പാണ്ടി, അങ്ങനെയാണ് സമ്പ്രദായം. കുട്ടനെല്ലൂരായപ്പോൾ അവിടെയും ഒരു ഫാഷൻ മാറി. ഈ അടന്ത തന്നെ കയ്യും കോലുമായിട്ട് കൊട്ടണോടെ, കയ്യും കോലായിട്ട് അടന്ത കൊട്ടുക, അങ്ങനെയുണ്ട് അവിടെ. അപ്പോൾ അടന്ത മേളം നേരത്തെ ഉണ്ട്, ചെമ്പട മേളം നേരത്തെ ഉണ്ട്, പാണ്ടിയുണ്ട്, പഞ്ചാരി. എല്ലാ മേളങ്ങളും ക്ഷേത്രത്തിലെ ആചാരത്തിൻ്റെ അനുഷ്ഠാനത്തിൽ ക്രിയാങ്കായിട്ട് നടന്നിരുന്ന മേളങ്ങൾ ആഘോഷപരമായിട്ട് മാറിയത് ഏത് കാലഘട്ടത്തിലാണോ അന്ന് മുതൽ മേള സമ്പ്രദായങ്ങൾ വന്നിട്ട് മാറ്റങ്ങൾ. ഇപ്പോൾ മഴമംഗലത്തിൻ്റെ കാലത്ത് ഒരു ടേണിംഗ് പോയിൻറ്റ് മാറ്റങ്ങൾ വന്നു. പിന്നീടുള്ള മാറ്റങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്താത്തതും അല്ലെങ്കിലോ കാലത്തിനനുസരിച്ച് വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളാണ്. കൊട്ടിൽ തന്നെ കൊട്ടുമ്പോൾ ഇത്ര കാലം മുറുകി കൊട്ടുന്നൊരു സമ്പ്രദായം പണ്ടില്ല മേളത്തിൽ. പണ്ട് മേളത്തിന് ചെണ്ടയുടെ ശബ്ദത്തിന് വലിച്ചു മൂത്ത ചെണ്ടകളില്ല, നല്ല ബാസ് മേടന്തലി ആയാലും തുറന്ന ശബ്ദങ്ങളോടുകൂടിയ ചെണ്ടയമല മേളം കൂട്ടുക. ഇന്നിപ്പോൾ ചെണ്ടയുടെ മൂപ്പിന് വ്യത്യാസം വന്നു. കാലം ഒട്ടും കയറാതെ പതിഞ്ഞ വിളംബ കാലത്തിൽ കൊട്ടാണ് മേളത്തിൻ്റെ സുഖം. അത് പഞ്ചാരി പതികാലം, പഞ്ചാരി തുടങ്ങിയ 10 നാഴിക 4 മണിക്കൂർ കൊട്ടണമെന്നുണ്ടെങ്കിൽ വിളംബകാലത്തിൽ കൊട്ടി പകുതി സമയം പതികാലവും ബാക്കി കാലങ്ങളൊക്കെ അതിനനുസരിച്ച് കൊട്ടുകയാണെങ്കിൽ 4 മണിക്കൂർ 10 നാഴിക കൊട്ടാൻ ഒരു വിഷമമില്ല. പക്ഷേ മേളം മുറുകി തുടങ്ങിയാൽ 4 മണിക്കൂർ കൊട്ടണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. പാണ്ടി തൃശ്ശൂർ പൂരത്തിൻ്റെ എൽജിത്ര മേള ആയാലും എനിക്ക് ആറാട്ടുപുഴ ശാസ്താവിൻ്റെ വരുന്നതിന് മുമ്പ് എനിക്ക് വേറെ 2-3 കാര്യങ്ങൾ കൂടെ ചോദിച്ചത്. ഇതിപ്പോൾ ആ ചുറ്റുവട്ടത്തെ കാര്യങ്ങളാണ് പറഞ്ഞത്. പെരുവനം, ചേർപ്പ്, ആറാട്ടുപുഴ അങ്ങനെയുള്ളതൊക്കെ പറഞ്ഞു. അവിടുന്ന് കുറച്ച് ദൂരെ മാറിയാണ് ഇരിങ്ങാലക്കുട. അവിടുന്ന് കുറച്ച് തെക്കോട്ട് മാറിയാണ് തെക്ക് കിഴക്കായിട്ടോ ഒക്കെ വരും തൃപ്പൂണിത്തറ. ഇവിടങ്ങളിലും പ്രമാണിയായിട്ട് തന്നെയാണ് ഇപ്പോഴും പോകുന്നത്, പണ്ടും പോകുന്നുണ്ട്. തൃപ്പൂണിത്തറ മറ്റേ മേളം, അതുപോലെ ഇരിങ്ങാലക്കുട ആ മതുക്കകത്തെ ആന മേളം, ഒരു ഈ പെരുവനത്തെ ആ ചുറ്റുവട്ടത്തെ അതും ഈ ഇരിങ്ങാലക്കുടയും തൃപ്പൂണിത്തറയും തമ്മിലുള്ള വ്യത്യാസങ്ങളും അതിനുള്ള ആസ്വാദകരുടെ അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്നവരുടെ, നമുക്ക് ചില സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഇതുണ്ടാവില്ലേ, അങ്ങനെ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഇരിങ്ങാലക്കുടയും തൃപ്പൂണിത്തറയാണ് എനിക്ക്. അതിൻ്റെ ബേസിക്കായിട്ടുള്ള കാരണം
ഈ തൃപ്പൂണിത്തുറ ആയാലും ഇരിഞ്ഞാലക്കുടി ആയാലും പെരുവനത്തായാലും മാറാട്ടുപുഴ ആയാലും മേളം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ആസ്വാദകർ. ഇവിടെയെല്ലാം മേളത്തിൻ്റെ ഒരു ശാസ്ത്രീയ ചട്ടക്കൂടുണ്ട്, ചിട്ടയുണ്ട്. അതായത് 15 ഉരുട്ട് ചെണ്ട വേണം, 15 കുഴൽ വേണം, 15 കൊമ്പ് വേണം, ഇതിന് ഇരട്ടി 30 ഇലത്താളം വേണം, വലന്തല 3 ഇരട്ടി വേണം, 45 ഇങ്ങനൊരു താളത്ത് മേളം കൊട്ടണതിനനുസരിച്ച് മേളച്ചെണ്ടയെ അനുപാതം അനുസരിച്ച് വാദ്യോപകരണങ്ങൾ ചേർത്ത് മേളം നടക്കുന്ന സ്ഥലങ്ങളാണ് തൃപ്പൂണിത്തുറ. അതെ, ഇരിഞ്ഞാലക്കുടി അതെ, പെരുമനത്തും അതെ, ആറാട്ടുപുഴയും തൃശ്ശൂരാകുമ്പോൾ ഈ അനുപാതത്തിൻ്റെ ഇരട്ടിയാണ്. നമുക്ക് തൃശ്ശൂരേക്ക് പിന്നെ വരാം. അപ്പോൾ ഇതിൽ തൃപ്പൂണിത്തുറ മേളം കേൾക്കണമെങ്കിൽ തൃപ്പൂണിത്തുറ തന്നെ പോകണം. എന്താ വെച്ചാൽ മേളം കൊട്ടുന്നത് മേള കലാകാരന്മാർ ഒന്നാണെങ്കിലും സ്ഥലത്തിൻ്റെ മാറ്റം. ഞാൻ പെരുവനം നടവഴിയുടെ പ്രത്യേകത പറഞ്ഞു. ആ നടവഴിയിൽ കൊട്ടുമ്പോൾ കിട്ടുന്ന ഒരു ഇഫക്റ്റ് കിട്ടണമെങ്കിൽ അവിടെ തന്നെ കൊട്ടണം. അപ്പോൾ പെരുവനം പഞ്ചാരി കേൾക്കണമെങ്കിൽ പെരുവനത്ത് കേൾക്കണം. തൃപ്പൂണിത്തുറ മതുക്കകം തട്ടുമാളികയും 15 ആനയായിട്ട് എഴുന്നള്ളിച്ച് നിൽക്കുന്ന അതിന് മുന്നിൽ ഈ മേളം കൊട്ടുമ്പോൾ നമുക്ക് വേറൊരു അനുഭൂതി, ശബ്ദത്തിൽ നമുക്ക് ആസ്വാദകന് കിട്ടുന്ന അനുഭൂതി കുറച്ച് വ്യത്യസ്തമാണ്. അപ്പോൾ തൃപ്പൂണിത്തുറ പഞ്ചാരി കേൾക്കണമെങ്കിൽ തൃപ്പൂണിത്തുറ തന്നെ പോകണം. അത് കൊട്ടുന്ന പഞ്ചാരി പെരുമനത്ത് കൊട്ടണത് തന്നെയാണ് കൊട്ടണത്. ഒന്ന് ഈ പറഞ്ഞ പോലെ ചുറ്റും അടഞ്ഞു കിടക്കുന്ന സമ്പ്രദായമാണ്. അല്ല, ആ സ്ഥലത്തിൻ്റെ അതെ പ്രത്യേകത. ഒന്ന് ചുറ്റും അടഞ്ഞു കിടക്കണം. മറ്റേത് പറഞ്ഞ ഓപ്പൺ എയർ സ്റ്റേജ് എന്ന് പറഞ്ഞ പോലെ. ഇരിഞ്ഞാലക്കുട ഇരിഞ്ഞാലക്കുട വലിയ മതുക്കുക കൊട്ടിയ ഒരു നടപ്പിൽ ഇവിടെ കൊട്ടുമ്പോൾ എക്കോ അവിടെ വേറെ കേൾക്കും. ഡീം ടടം എന്ന് കേൾക്കണ സ്ഥലം അത്രയും വ്യത്യാസമുണ്ട്. അവിടെ 2 ഭാഗത്തും വലിയ നടപ്പരയുണ്ട്. ആ നടപ്പരയിൽ കൊട്ടുന്ന മേളം, ആ നടപ്പരയിൽ ചെന്ന് നമ്മൾ ഒരു ചെണ്ട കൊട്ടി അങ്ങോട്ട് നടപ്പരയിലേക്ക് കയറുകയാണെങ്കിൽ പുറത്ത് കൊട്ടുമ്പോൾ ചെണ്ടയുടെ ശബ്ദം വേറെയാണ്. ഈ നടപ്പരയിലേക്ക് കൊട്ടിയിട്ട് അങ്ങോട്ട് കയറുമ്പോൾ 3 ചെണ്ട കൊട്ടണ ശബ്ദം ആ നടപ്പരയിലേക്ക് കയറുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇരിഞ്ഞാലക്കുട നടപ്പരയിൽ പഞ്ചാരി മേളം കൊട്ടുമ്പോൾ ഒരു അനുഭൂതി വേറെ. ആ മേളം കേൾക്കണമെങ്കിൽ ഇരിഞ്ഞാലക്കുട പോകണം. അത് മേളത്തിനോട് അടുത്ത് നിന്ന് തന്നെ കേൾക്കണം. അകലം നിന്ന് കേൾക്കുമ്പോൾ ഈ എക്കവും മറ്റ് പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ ഇരിഞ്ഞാലക്കുട മേളം കേൾക്കണമെങ്കിൽ ഇരിഞ്ഞാലക്കുട പോകണം. തൃപ്പൂണിത്തുറ മേളം കേൾക്കണമെങ്കിൽ തൃപ്പൂണിത്തുറ. പെരുവനം പഞ്ചാരി വേണമെങ്കിൽ പെരുവനത്ത് വരണം. സ്ഥലത്തിനനുസരിച്ച് മേളത്തിൻ്റെ ശബ്ദസുഖത്തിന് അത് കലാകാരന്മാരെയും ബാധിക്കുന്നില്ലേ? കലാകാരന്മാരെയും അത് ബാധിക്കുന്നില്ല. ഈ സ്ഥലത്തിൻ്റെ ഈ ഓരോ സ്ഥലത്ത് കൊട്ടുമ്പോഴും നമുക്ക് മുമ്പ് പറഞ്ഞല്ലോ ഓരോ അനുഭൂതികൾ ഉണ്ടാവുക എന്നുള്ള ഇതിൽ. പിന്നെ തൃപ്പൂണിത്തുറയ്ക്ക് കൊട്ടാൻ വിളിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിപ്പോണത് അവിടെ കൊട്ടാനുള്ള മോഹം കൊണ്ടാണ്. അതും അവിടുത്തെ ആസ്വാദകരെ അത്ര അറിഞ്ഞ് ആസ്വാദിക്കുന്ന ആസ്വാദകരുള്ള. അവിടെ എത്ര കൊല്ലേ ഈ തൃപ്പൂണിത്തുറയ്ക്ക് ഒരു കഷ്ടി 50 മുട്ടാറായി. 77 മുതൽ തുടങ്ങിയിട്ടുണ്ട്. 40-48 കൊല്ലമായിട്ട് കൂട്ടുക. പ്രമാണമായിട്ടില്ല, മേളത്തിൽ പങ്കെടുക്കുക. അച്ഛൻ്റെ കൂടെ പോയി തുടങ്ങി. അത് കഴിഞ്ഞ് അച്ഛൻ മരിച്ചതിന് ശേഷം ഒരു 87 മുതലക്കൊക്കെ ചുമതലയായിട്ട് നടക്കുന്നുണ്ട്. 2000 മുതലക്കൊക്കെ അവിടെ പ്രമാണം. എന്നുവെച്ചാൽ അവിടെ മറ്റ് തൃപ്പക്കുളം അച്യുതന്മാരെ ഒക്കെ എൻ്റെ കൂടെ അച്ഛൻ്റെ കൂടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം 2000 വരെ അച്യുതന്മാരെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ അവിടെ പ്രമാണിയായിട്ടുള്ളൂ. മേളം കൊട്ടുന്നത് ഒരാളാണെങ്കിലും സ്ഥലം അനുസരിച്ച് മേളത്തിൻ്റെ സുഖം വ്യത്യാസമുണ്ട്, അനുഭവ സുഖം വ്യത്യാസമാണ്. അതാണ് ഇപ്പോൾ ഈ മാറ്റങ്ങൾ. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു 10 നാഴിക പഞ്ചാരി. 10 നാഴിക പഞ്ചാരി കൊട്ടുന്നത് അപൂർവ വേദികളിൽ ഇപ്പോൾ ഉള്ളൂ. ഇപ്പോൾ ഈ പെരുവന 4 മണിക്കൂർ പെരുവന ആറാട്ടുപുഴ പൂരത്തിൽ തന്നെ 4 മണിക്കൂർ കൊട്ടുന്നത്, മുഴുവനായിട്ട് കൊട്ടുന്നത് ഇടക്കുന്നി ഉത്രമിളക്ക്. അത് കേമ. അതും ഇതുപോലെ തന്നെ ഇടക്കുന്നി ഉത്രമിളക്ക് എന്ന് പറഞ്ഞാൽ ഇടക്കുന്നി അമ്പലം റോട്ടിൽ നിന്നും കുറച്ച് കീഴ്പ്പെട്ട് താന്നിട്ടാണ് ഈ മതുക്കകം. താന്ന മതുക്കകം ഇടുങ്ങിയ മതുക്കകം. ഈ 5 ആനയും മേളക്കാരും നിന്നാൽ നിറഞ്ഞു. അവിടെ കൊട്ടുന്ന പഞ്ചാരി 4 മണിക്കൂർ നേരം കൂട്ടും. അത് പണ്ട് മുതൽക്ക് കേമാണ്, പ്രഗത്ഭർ കൊട്ടിയതാണ്. ഞാനും ഒരു 10-13 കൊല്ലം അവിടെ പ്രമാണിയായിട്ട് കൊട്ടിയിട്ടുണ്ട്. ഇപ്പോഴും അത് ഗംഭീരമായിട്ട് നടക്കുന്നു. ഇടക്കുന്നി പഞ്ചാരി എന്ന് പറയുന്നത് ശ്രേഷ്ഠമാണ്.
അത് തന്നെയാണ് അവിടെ വരുമ്പോൾ ഒരു വ്യത്യസ്തമായൊരു അവിടെ ആ നടപ്പരയിൽ 5-ാം കാലം കൊട്ടുന്നത് 1 മണിക്കൂർ നേരെ കൊട്ടുക. 5-ാം കാലം മാത്രം 1 മണിക്കൂർ 1 മണിക്കൂർ കൊട്ടിയിട്ട് നമ്മൾ വിളംബകാലത്തിൽ 5-ാം കാലം തുടങ്ങി പതിപോലെ തന്നെ ഉരുളുകോലൊക്കെ കൊട്ടും. ഇടക്കല കുഴമറിഞ്ഞാൽ കുറച്ച് കലാശങ്ങൾ കൂടും, ഇത്രേ കൊട്ടുള്ളൂ. പക്ഷേ കൊട്ടിക്കഴിഞ്ഞ് വരുമ്പോൾ മണിക്കൂറൊന്നാവും 5-ാം കാലം. അപ്പോൾ അത് ഇടക്കുന്നിലത്തെ അനുഭവം. ഇതേപോലെ 10 നാഴിക കൊട്ടുന്നത്. പിന്നെ ആറാട്ടുപുഴ ശാസ്താവിൻ്റെ പാടത്തെ പഞ്ചായത്ത്, അതിനും കഷ്ടി ഈ സമയം കിട്ടും. പിന്നെ തെക്കാട്ടിശ്ശേരി അങ്ങനെ അപൂർവ ക്ഷേത്രങ്ങളിലുണ്ട്. പിന്നെയുള്ള 10 നാഴിക തേച്ചു കൊട്ടാൻ പറയുന്നത് ഇരിഞ്ഞാലക്കുട മാത്രമേ ഉള്ളൂ. ഇരിഞ്ഞാലക്കുട പല ദിവസവും 10 നാഴികയിലധികം പഞ്ചാരി നടക്കണ സ്ഥലം. പള്ളിവട്ട ദിവസം ഒക്കെ കൂടി മേളം കഴിഞ്ഞ് വരുമ്പോൾ പഞ്ചാരിയും ചെമ്പടിയൊക്കെ കഴിയുമ്പോൾ 5 മണിക്കൂർ വരെ ഇരിഞ്ഞാലക്കുട കൂട്ടുണ്ട്. അതുണ്ട്. തൃപ്പൂണിത്തുറയൊക്കെ 3 മണിക്കൂറിൻ്റെ പഞ്ചാരിയാണ്. അത് പെരുവന നടവഴിയിൽ നടക്കുന്ന പൂരങ്ങൾക്കും 3 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ പഞ്ചാരിയിലെ ഒരു കാലഘട്ടത്തിൽ മഴമംഗലവും രാമന്മാരും മാറ്റം വരുത്തി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ 10 നാഴിക പഞ്ചാരി 3 മണിക്കൂറിൻ്റെ പഞ്ചാരിയാക്കി മാറ്റിയതാണോ? ഞാൻ ചോദിക്കട്ടെ, ഈ 10 നാഴിക പഞ്ചാരി എന്ന് പറഞ്ഞു, അതിൽ 1-ാം കാലം മിക്കവാറും 5 നാഴിക ഉണ്ടാവും ഇല്ലേ? 2-ാം കാലം പിന്നത്തെ 4 കാലവും സമം എന്നാണ് ഏകദേശം കണക്ക്. അതിപ്പോൾ പലപ്പോഴും 3 കാലത്തിൽ നിന്ന് കുറേശ്ശെ സമയം എടുത്തുകൊണ്ട് 5-ാം കാലം കുറച്ച് വലുതാക്കും. അപ്പോൾ പതികാലത്തിൻ്റെ ഏകദേശം പകുതി 5-ാം കാലം എന്നുള്ള ഒരു സമ്പ്രദായമാണ് ഈ ഇടക്കുന്നിയൊക്കെ കാണുന്നത്. ബാക്കിയുള്ള കാലങ്ങൾ കൊണ്ട് 2, 3, 4 കാലം. പിന്നെ ചോദിക്കാനുള്ളത്, ഈ പഞ്ചാരി, അടന്ത, പാണ്ടി, ചെമ്പട എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിന് പഞ്ചാരിക്ക് സൗന്ദര്യം കൂടുമെന്നും അതൊരു നല്ല ഇത് പറയാം. പാണ്ടിക്ക് രൗദ്രം കൂടുമെന്നും അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതിൻ്റെയൊക്കെ കാരണം എന്താ? ഇതിപ്പോൾ അല്ല, നമ്മൾ പഞ്ചാരിക്കൊരു സുഖം ഉണ്ട്, അത് കാര്യം. പക്ഷേ ഈ പാണ്ടിക്കോ, അല്ലെങ്കിൽ പാണ്ടി എന്ന് പറയുന്നത് അടന്ത എന്ന് പറയുന്നത് രണ്ടും താളം ഒന്ന് തന്നെയാണ്. അത് താളം പിടിക്കുന്ന വ്യത്യാസം, കൊട്ടുന്ന വ്യത്യാസം അതുകൊണ്ട് ഇല്ലാതല്ല. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു അത് വ്യത്യാസം എന്ന് പറയുന്നത്, ഒന്ന് മേളത്തിൻ്റെ ഘടന, വാദ്യങ്ങളൊക്കെ ഒന്നാണ് ഉപയോഗിക്കുന്നത്, ശബ്ദം ഒന്നാണ് വരുന്നത്. പഞ്ചാരി മേളത്തിൻ്റെ ശബ്ദവും പാണ്ടി മേളത്തിൻ്റെ ശബ്ദം ഒന്നാണ്, ഉപകരണങ്ങളൊന്നാണ്, പ്രൊപ്പോർഷൻ ഒന്നാണ്. പിന്നെ എന്താ വെച്ചാൽ മേളത്തിൻ്റെ താളത്തിൽ വ്യത്യാസമുണ്ട്, പിന്നെ അവതരണ ക്രമത്തിൽ വ്യത്യാസമുണ്ട്. താളം മാറുന്നതും കൊട്ടുന്നതും ഒരാൾ തന്നെ ഒരു യന്ത്രത്തെ തന്നെ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്തുകൊണ്ടെന്ന് വെച്ചാൽ പഞ്ചാരിയുടെ ഘടന ഇപ്പോൾ പതികാലം വിളംബകാലത്തിൽ തുടങ്ങി. ആ വിളംബകാലത്തിൽ തുടങ്ങി കുറുങ്കുഴലും കൊമ്പും എലത്താളും ചെണ്ട സമ്മിശ്രമായ ശബ്ദസുഖം വിളംബകാലത്തിൽ ഇങ്ങനെ ലയിച്ച് ആസ്വദിക്കാന്ന് പറഞ്ഞാൽ ലയപ്രധാനമാണ് പഞ്ചാരി. അതെ, ലാസ്യം ഉണ്ട് പഞ്ചാരിക്ക്. എവിടെയാണ് ലാസ്യം ഉണ്ടാവുന്ന തരത്തിൽ കൊട്ടിയ ലാസ്യം ഉണ്ടാവും. ലാസ്യം ഇല്ലാത്ത വിധത്തിൽ രൗദ്രഭാവത്തിൽ കൊട്ടിയ പഞ്ചാരിയെ രൗദ്രമാക്കി മാറ്റാനും പറ്റും. ലാസ്യ സ്വഭാവത്തിൽ കൊട്ടലാണ് പഞ്ചാരിയുടെ പതികാലം വിളംബകാലത്ത് തുടങ്ങുക. കാലം മുറുകാതെ നില കഴിഞ്ഞ് തക്കിട്ടയിൽ കെട്ടുക. തക്കിട്ടയെന്ന് കാലം മുറുകാതെ, അധികം മുറുകിയില്ലെങ്കിൽ കിഴിപ്പിട്ട് പോവാതെ കുഴമറിഞ്ഞ ഘട്ടം. കുഴമറിഞ്ഞ ഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ കൊട്ടുമ്പോൾ പഞ്ചാരിയിലൊക്കെ, ഈ വലിയ പഞ്ചാരിയിലൊക്കെ തക്കിട്ട നമ്മൾ സാധകം ചെയ്യുമ്പോൾ 2-ാം കാലം തക്കിട്ട കൊട്ടണ കാലത്തിലാണ് കുഴമറിഞ്ഞ് മേളത്തിൽ കൊട്ടുമ്പോൾ കൊട്ടുക. അതൊരു 4-ാം കാലം ആയിട്ട് കൊട്ടുന്ന സമ്പ്രദായം വരുമ്പോഴേക്കും നമുക്ക് കാലം മാറുകയാണ് ചെയ്യണത് കുഴമറിഞ്ഞ ഘട്ടത്തിൽ. അപ്പോൾ തക്കിട്ട കുഴമറിഞ്ഞ് കൊട്ടണത് തന്നെ പതിഞ്ഞ് കൊട്ടുക, വളരെ അതിന് ലാസ്യത കൂടും. അപ്പോൾ ഈ കാലം കയറുന്നതും കൊട്ടിൻ്റെ ശബ്ദവിന്യാസങ്ങളുടെ ഊക്കുമാണ് ലാസ്യഭാവം സൃഷ്ടിക്കുന്നതും
രൗദ്രഭാഗവും സൃഷ്ടിക്കുന്നത്. നമുക്ക് ഇത്തിരി കഠിനമായ ശബ്ദം ഉണ്ടാക്കിയാൽ അതിൽ ഹാസ്യം പോയി കിട്ടും. അപ്പോൾ പിന്നെ അതുപോലെ വേറൊരു ഇതാ, കുറച്ച് സാങ്കേതികത്വം കൂടെ എല്ലാവർക്കും മറ്റേ മനസ്സിലാക്കാൻ പാകത്തിന് ആകുമല്ലോ. ഇതിൽ ഒന്നുകൂടി അല്ല, പാണ്ടിക്കുള്ള ഒരു വ്യത്യാസം കൂടി പറഞ്ഞിട്ട് നിർത്താം. അതായത് പാണ്ടിയിൽ തുടങ്ങുന്നത് ഈ കൂട്ടിപ്പെരുക്കലാണ്. അത് എല്ലാവരും കൂടി ഹൃദയം ഘൃതിയും, അപ്പോൾ ഒരു ജെട്ടലുളവാക്കുന്ന ഒരു പ്രതീതി. അതിനെ വേണമെങ്കിൽ രൗദ്രത്തിൻ്റെ ഭാഗമെന്നോ അല്ലെങ്കിൽ ഒരു ഭയാനകം, ഒരു എന്തോ ഒരു ഭീകരത, സിംഹഗർജനം എന്നൊക്കെ ആൾക്കാർ സംബോധനയുണ്ട് ഈ കൂട്ടിപ്പെരുക്കലിൻ്റെ ആരവം കേൾക്കുമ്പോൾ. അത് മുറുകി കഴിഞ്ഞ് അത് പാണ്ടിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത. അത് കഴിഞ്ഞ് വിളംബകാലത്തിൽ 14 അക്ഷരം ആണ്. വലന്തല താളം പിടിക്കണ കണക്ക് നോക്കിയാൽ 14, 28 മാത്രയുടെ ഇടമുണ്ടെങ്കിലും 14 അക്ഷരകാലം എന്നാ പറയാം. വിളംബകാലത്തിൽ തുടങ്ങി കുഴലും കൊമ്പൂതുമ്പോൾ പാണ്ടിയിൽ ലാസ്യം നല്ലോണം ഉണ്ട്. ലാസ്യഭാവം പതിഞ്ഞ കാലത്തിൽ വിളംബകാലത്തിലുണ്ട്. തുറന്നു പിടിച്ച് ഒരു ഘട്ടം കഴിയുന്ന വരെ തകർത്ത വരുന്ന വരെ വളരെ ലയത്തോടു കൂടി ലാസ്യത്തോടു കൂടി പാണ്ഡിമേളം അവതരിപ്പിക്കാം. പിന്നീട് കാലം കയറുകയാണ്. തകർത്ത മോല് പാണ്ടിക്കൊരു ക്ലൈമാക്സ് അല്ലേ ഉള്ളൂ. കാലം കയറിക്കഴിഞ്ഞാൽ ഈ സംഗീതത്തിൻ്റെ കുഴലിൻ്റെ ശബ്ദവും കൊമ്പിൻ്റെ ശബ്ദമൊക്കെ ചെറുതാവും, താളത്തിൻ്റെ ശബ്ദം കൂടുതൽ. അതിൽ ഈ നേർകോൽ പ്രയോഗങ്ങളാണ് കൂടുതൽ. തക്കിട്ട മറച്ചിട്ടുള്ള കൊട്ട് വരുന്നത് പാണ്ടിയിലെ ഒടുക്കത്തെ കാലത്തിൽ വരുള്ളൂ. പിന്നെ ഉരുളുകോല് ഇടയിലൊക്കെ ഉരുളുകോല് കൊട്ടുമ്പോണ്ട് ബാക്കിയൊക്കെ ഡിഗി എന്ന് പറഞ്ഞാൽ ഒരു നേർകോൽ പ്രയോഗങ്ങൾ കൂടുതലില്ല. അതാണ് പാണ്ടിക്ക് രൗദ്രത കൂട്ടുന്നത്. പിന്നെ ഞാൻ കുറച്ച് സാങ്കേതികത്വം കൂടെ തന്നെ, നമ്മൾ ഈ 1-ാം കാലം, 2-ാം കാലം, 3-ാം കാലം, 4-ാം കാലം, 5-ാം കാലം എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ പഞ്ചാരിയാണെങ്കിൽ 96, 48, 24, 12, 6 എന്നൊക്കെയാണല്ലോ വരുന്നത്. ഈ 1-ാം കാലത്തിൽ നിന്ന് 96-ൽ നിന്നും 48-ലേക്ക് എടുത്തു ചാടുമല്ല, 96-ൽ നിന്ന് 48-ലേക്ക് എടുത്തു ചാടുകയല്ല. എന്ത് കാലക്രമേണ കാലം കയറി വന്നിട്ട് ആണ് ഈ 2-ാം കാലത്തിലേക്ക് എത്തുക. ഇപ്പം നമ്മൾ സാധകം ചെയ്യുമ്പോഴേ 1-ാം കാലം എന്ന് പറയുക ത കെ ത കെ ത എന്ന 2-ാം കാലമായി. ഇതങ്ങനെയല്ല. നമ്മൾ മേള സമ്പ്രദായം അനുസരിച്ച് ഈ 1-ാം കാലത്തിൽ നിന്നും കുറേശ്ശെ കാലം കയറി വന്നിട്ടാണ് 2-ാം കാലത്തിലേക്ക് കിടക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ്? അങ്ങനെ ഒരു ഇത് വരാൻ സ്വതവേ നമുക്ക് 1-ാം കാലം 1-ാം കാലത്ത് കഴിഞ്ഞാൽ 2-ാം കാലം എന്ന് പറയുന്നത് 48 വേഗം വരണമെന്നാണ് അല്ലേ? അതിന് ആ ഒരു മാറ്റം എല്ലാത്തിനും അതെ. 48 24-ലേക്ക് വരുമ്പോഴും അതെ, 24 12-ലേക്ക് വരുമ്പോഴും അതെ. എന്നാൽ പിന്നെ ഈ 6-ലേക്ക് വരുമ്പോഴത്തേക്കും അത്രയും ബുദ്ധിമുട്ടില്ല. അത് പിന്നെ കാലം കയറി കിടക്കുന്ന ഒരു സമ്പ്രദായമാണ്. ആ സാങ്കേതികത്വം പഞ്ചാരി വേണമെന്നല്ലേ പറയണത്. ആ പഞ്ചാരി ഇപ്പം പറഞ്ഞത്. അതെ, പഞ്ചാരി ആയാലും പഞ്ചാരി എടുക്കാം നമുക്ക്. പഞ്ചാരി വേണമെന്ന് പറയും. പഞ്ചാരി താളം ഏതാ? പഞ്ചാരി താളം 6 അക്ഷരം. 6 അക്ഷരകാലത്തുള്ള പഞ്ചാരി താളം വരുന്നത് പഞ്ചാരി മേളത്തിൽ 5-ാം കാലത്തിൽ. 5-ാം കാലത്തിൽ 5 അടി ഒരു വീശ് ആയിട്ട് പിടിക്കുമ്പോൾ 6 അക്ഷരം വരുന്നത് അവിടെയാണ് പഞ്ചാരി താളം വരുന്നത്. ഈ പഞ്ചാരി താളത്തിനെ വിപുലീകരിച്ച് വലിയൊരു മേള പദ്ധതി ഉണ്ടാക്കി. അവിടെയാണ് മഴമംഗലവും രാമന്മാരും മേളവിശാരദന്മാരുടെയും പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട്. അവർ ഇതിനെ കുറച്ച് വലിപ്പം വയ്പ്പിക്കാൻ 12-ലേക്ക് കിടന്നു, 24-ലേക്ക് കിടന്നു, 48-ൽ കിടന്നു. 48 മുതൽ 4 കാല സിദ്ധാന്തം നമ്മൾ നമ്മുടെ സംഗീതമായാലും താളമായാലും ചതുഷ്കാല സമ്പ്രദായം പൊതുവെ സ്വീകരിച്ച് കാണും. 4 സാധകമായാലും 1-ാം കാലം, 2-ാം കാലം, 4 കാലം സാധകം ചെയ്യുക, 4 ഇരട്ടി. അത് നമ്മൾ അപ്പോൾ ഒരു 4 കാലത്തിലുള്ള മേളങ്ങൾ, പതികാലം, 2-ാം കാലം, 3-ാം കാലം, 4 മറ്റ് താളത്തിൽ ചെമ്പയായാലും അടന്തയായാലും മറ്റ് മേളങ്ങളൊക്കെ 4 കാലത്തിലാണ്. പഞ്ചാരി മാത്രം 5 കാലത്തിലാണ്. അപ്പോൾ അതുണ്ടായത് അവിടേക്കാണ് ഈ പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൽ ചോദിച്ച ചോദ്യം നേരെ പതുക്കെ വരുന്നു എന്നുള്ളത് വരുന്നില്ല എന്നുള്ളതാണ്. വരുന്നുണ്ട്, അല്ല പതുക്കല്ലേ വരുന്നത്. കുറേ കാലം കയറി അങ്ങനെയല്ല. 1-ാം കാലം ഇട്ടാലേ കാലം കയറി. അതായത്
പഞ്ചാരി വിളംബകാലത്തിൽ തുടങ്ങിയാൽ നില എന്ന് പറയുന്ന ആദ്യ കഴിഞ്ഞ് തക്കിട്ട ഘട്ടം എത്തിക്കഴിഞ്ഞാൽ ഈ തക്കിട്ട ഘട്ടം അതിൻ്റെ രണ്ടാമത്തെ സ്റ്റേജാണ്. ഈ സ്റ്റേജ് മൂന്നാമത്തെ ഘട്ടത്തിൽ വരുമ്പോൾ കുഴമറിഞ്ഞ ഘട്ടം. ഇനി കുഴമറിഞ്ഞ ഘട്ടം എന്ന് പറഞ്ഞാൽ ഇത് 96 എന്നുള്ളത് ഈ തക്കിട്ട ഘട്ടത്തിൽ 96 എങ്ങനെ പിടിക്കുന്നു, അത് കുഴമറിഞ്ഞ ഘട്ടത്തിലെത്തുമ്പോൾ ഈ കാലഗതി അനുസരിച്ച് 48 എങ്ങനെ പിടിക്കുന്നു, ആ ഉയരത്തിൽ പതികാലം 96 ചുരുങ്ങി 48 ഇത് 48 പിടിക്കുമ്പോൾ ഇവിടെ 96 കുട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പതികാലത്തിൽ വിളംബകാലത്തിൻ്റെ എല്ലാം നില കഴിഞ്ഞ് തക്കിട്ടയിൽ വരുമ്പോൾ രണ്ടാമത്തെ സ്റ്റേജ് 96 അക്ഷം. അവിടെയാണ് ചെണ്ട വലന്തല കൂട്ടിപ്പിടിക്കാതെ 96 അക്ഷം പിടിക്കണം. അതിനു മുമ്പ് കണക്കാക്കുകയാണെങ്കിൽ വേണമെങ്കിൽ 96ൻ്റെ ഇരട്ടി എന്ന് വേണമെങ്കിൽ കണക്കാക്കാം. അത് അത്രയും ചൗക്കത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ 96 മൂത്ത് വലിയ ഒതുങ്ങിയ 96ആയി. ആ 96നെ മാറി 48ലേക്ക് കിടക്കുമ്പോൾ ഇതിൻ്റെ നേർപകുതി ആവണം രണ്ടാം കാലം. അപ്പോൾ പഞ്ചാരിയിൽ നില കഴിഞ്ഞ് തക്കിട്ടയിലേക്ക് കിടന്ന കാലം ആയിരിക്കണം രണ്ടാം കാലം തുടങ്ങുമ്പോൾ തക്കിട്ട കൊട്ടേണ്ടത്. അപ്പം ഈ കൊട്ടിൽ വരുന്ന മാറ്റം കൊണ്ടാണ് കാലം കയറി എന്ന് തോന്നുന്നത് എന്നാണോ? അല്ല, കാലം കയറിയിട്ട് തന്നെ കൊട്ടണേ. കാലം കയറി നമ്മൾ കൊട്ടുന്നു. പിന്നെ വീണ്ടും പതികാലം കഴിഞ്ഞാൽ രണ്ടാം കാലം മേളത്തിൻ്റെ ദൈർഘ്യം വലിപ്പം കൂട്ടണല്ലോ. അപ്പം 48 വർഷകാലത്തിൽ മേളം കൂട്ടണു. അതിന് പതികാലത്തിലെ പോലെ 3 സ്റ്റേജ് കൂട്ടണില്ല, 2 സ്റ്റേജേ കൂട്ടുള്ളൂ. തക്കിട്ട കെട്ടും കുഴമറിഞ്ഞ കെട്ടും. അതും ഇതുപോലെ തന്നെ പതികാലത്തിൻ്റെ തക്കിട്ട കെട്ടത്തിൽ കൊട്ടണ പോലെ കൊട്ടി മുറുകി കുഴമറിഞ്ഞ കെട്ടി അത് 24 ആവണോടത്ത് എത്തിയിട്ടാണ് ഇതിൻ്റെ ടോപ്പ്. ആ 24 എത്തുമ്പോൾ സഡൻ അത് വേഗം അതിൻ്റെ ഹാഫിലേക്ക് വരുമ്പോൾ പതികാലത്തിൻ്റെ തക്കിട്ടയിലുള്ള ഈ 96 അക്ഷരത്തിലുള്ളത് രണ്ടാം കാലത്തിൽ, 48 അക്ഷരത്തിലുള്ളത് മൂന്നാം കാലത്തിൽ 24 അക്ഷരത്തിലേക്ക്. സ്റ്റേജിലാണ് ഇതിൻ്റെ ഈ മാറ്റം കൂടുതൽ. അതെ, കുഴമറിഞ്ഞ് കഴിഞ്ഞാൽ കാലം മാറണം. നേർപകുതിയിൽ വന്ന് കൊട്ടുകയാണ് ചെയ്യുന്നത്. തക്കിട്ടിൻ്റെ ഈ കൊട്ടണ കുഴമറിഞ്ഞ ഘട്ടത്തിൽ നമ്മൾ കൊട്ടുന്നത് കാലം മാറിക്കഴിഞ്ഞാൽ അർദ്ധീകരിച്ച് താളം അർദ്ധീകരിക്കുന്നു. താളം അർദ്ധീകരിക്കണമെന്ന് പറഞ്ഞാൽ സ്പീഡിൽ പിടിക്കുകയാണെങ്കിൽ 48 അവിടെ പിടിക്കാം, 24. അതിന് കൊട്ടുകളുടെ എണ്ണം കുറച്ചിട്ട് 24 ആക്കി. അപ്പോൾ 2 കൊട്ടണോടത്താണ് ഒരു കൊട്ടണേ. 24 എത്തുമ്പോഴും 96 48 എത്തുമ്പോഴേക്കും. അതേപോലെ കൊട്ട് തക്കിട്ട മൂന്നാം കാലം നാലാം കാലം നമ്മൾ സാധനം ചെയ്തിരുന്നത് രണ്ടാം കാലത്തേക്ക് നമ്മൾ പിന്നാക്കാൻ വരുന്ന പോലെ തക്കിട്ടയിൽ വിളംബ കാലത്തിൽ. ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് വേറൊരു സംശയം. ഇപ്പൊ ഇതാണ് വേണ്ടത് ശാസ്ത്രീയമായിട്ട്. അതാണ് സ്കെയില്. അതായത് പതികാലത്തിൻ്റെ തക്കിട്ട തൊടുന്നതും രണ്ടാം കാലം തുടങ്ങുന്നതും മൂന്നാം കാലം തുടങ്ങുന്നതും നാലാം കാലം തുടങ്ങുന്നതും അഞ്ചാം കാലം തുടങ്ങുന്നതും ഒരേ ലെവലിലായിരിക്കും. എന്നിട്ട് ഇതിനെല്ലാം ഒരു ക്ലൈമാക്സ് സൃഷ്ടിച്ചുകൊണ്ട് അതിൻ്റെ ഇരട്ടിക്കാലം വരുന്നിടത്ത് കാലം മാറുക. ഇരട്ടിയെ വരാൻ പാടുള്ളൂ. ഇത് ശാസ്ത്രീയമായിട്ടുള്ളത്. എനിക്കിപ്പോൾ ഇത് വലിയ സംശയമല്ല, എനിക്ക് താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. എങ്കിലും ചോദിക്കാതിരിക്കാൻ പറ്റില്ല. ഈ പഞ്ചാരി ഇപ്പം അങ്ങോട്ട് കയറി വന്നിട്ട് 5ാം കാലമോ 6ാം കാലം എന്തോ ആയിക്കോട്ടെ, കാലം എന്തോ ആയിക്കോട്ടെ, യമകാലം ആകുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അതിന് ഈ ശിങ്കാരിമേളത്തിൻ്റെ സമ്പ്രദായത്തിലേക്ക് ഇപ്പോൾ ഈ പഞ്ചാരിമേളത്തിൻ്റെ അവസാനം എത്തിക്കുന്ന ഒരു സമ്പ്രദായം ഞാൻ നേരിട്ട് കേട്ടിട്ടില്ല. പക്ഷേ ഈ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും എനിക്കത് കാണുമ്പോൾ സങ്കടം തോന്നും. എനിക്കും സങ്കടം തന്നെയാണ്. എന്താ വെച്ചാൽ പഞ്ചാരിമേളമായിട്ട് കേൾക്കണം, മറ്റ് മേളം വേണമെങ്കിൽ കേൾക്കാം, നമ്മളവർ കൊട്ടുമ്പോൾ കേൾക്കാൻ പോവാം. നമ്മളത് കൊട്ടാൻ വശമില്ല, നമ്മൾ കൊട്ടിയ നേരെ പോവില്ല, അത് കേൾക്കാൻ നമുക്ക് വിരോധമില്ല. പക്ഷേ നമ്മുടെ ആവാൻ ഇഷ്ടമില്ല. അത് ആ ഒരു പ്രവണത ഉണ്ടാവുന്നത് ആസ്വാദക മനസ്സിൽ രണ്ടിൻ്റെ ആസ്വാദനം ഉള്ളത് കൊണ്ട് അതിനെ ഇതിലേക്ക് കൊണ്ടുവന്ന് ഇതിൽ കൂടെ അത്തരമൊരു ആസ്വാദനം ഉണ്ടാക്കുക എന്നുള്ളത് കലാകാരന്മാർ ചെയ്യുന്ന
ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് കലാകാരന്മാരെ കുറ്റം പറയില്ല. ഏത് സാഹചര്യത്തിൽ അത് ചെയ്യണമെന്ന് പറയാൻ നമുക്ക് പറയാൻ പറ്റില്ല. അവർ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്ന് പറയണതില്ല. നമ്മുടെ അഭിപ്രായത്തിൽ നമുക്ക് ആസ്വദിക്കാൻ പറഞ്ഞാൽ മതി, ഞാനത് ചെയ്യാൻ പാവില്ല, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയാനേ ഇന്ന് പറ്റുള്ളൂ. അപ്പം ഞാനത് ചെയ്യില്ല, എനിക്കത് ഇഷ്ടമല്ല. അതിൽ ഉള്ളത് എന്താണെന്നുണ്ടെങ്കിൽ, മേളം എന്ന് വെച്ചാൽ ചെണ്ടേമെന്ന് കേൾക്കുന്ന ശബ്ദം മാത്രമല്ല, വലന്തലയുടെ ശബ്ദം കേൾക്കണം, ഏലത്താളത്തിൻ്റെ ശബ്ദം കേൾക്കണം, കുഴലിൻ്റെ കൊമ്പിൻ്റെ ശബ്ദം കേൾക്കണം. ഇത് ഇതിൻ്റെ സമ്മിശ്രമായതിനാണ് മേളനത്തിനാണ് മേളം എന്ന് പറയുക. ഈ ഇത്തരം കാലം കൂടുതൽ കയറിയാൽ, ഞാൻ തന്നെ നേരത്തെ പറയണ്ടായി, വിളംബ കാലത്തിൽ കൊമ്പും കുഴലും ആസ്വദിക്കാൻ സുഖം. ഇടക്കാലം വന്നു കുഴമറിഞ്ഞ ഘട്ടം വരുമ്പോൾ അതിൻ്റെ ശബ്ദം നമുക്ക് കുറവേ അനുഭവപ്പെടുള്ളൂ. ചെണ്ടയുടെ ശബ്ദം അതന്നെ ചെണ്ടയും എലത്താളവും വലന്തലയും വൃത്തിയായിട്ട് യോജിച്ച് കേൾക്കണം. ഇത് വല്ലാണ്ട് കാലം കയറിയാൽ ഇതിന് പ്രയോഗിക്കാൻ പറ്റാത്ത അവസരം വരും. അപ്പോൾ എന്താ വെച്ചാൽ പഞ്ചാരി അഞ്ചാം കാലം, ഈ കാലത്തിൽ കൊട്ടുകയാണെങ്കിൽ എലത്താളം ഇങ്ങനെ ജിജി ഇങ്ങനെ പിടിക്കാൻ പറ്റും. ഇന്ന് പിടിച്ചാൽ അത്രയേ ഉള്ളൂ, പകുതിക്ക് എലത്താളം പിടിക്കുക. ദീം ദീം ദീം. വലന്തല പിടിക്കണൊരു ഡീൻ 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 ഡീം 5 കൊട്ടും ശരിക്കും ഉറപ്പിച്ച് കൊട്ടണം. ഡീൻ 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 ഡീൻ. ഇതാണ് വലന്തല പിടിക്കേണ്ടത് 5ാം കാലത്തിൽ. വല്ലാണ്ട് മുറുകി കഴിഞ്ഞാൽ ഡീൻ 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 ഡീം ഡീൻ 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 ഡീം ഡീൻ 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 ഡീം. 3 കൊട്ടാണ് പുറമേക്ക് കേൾക്കുന്നത്. അതിൻ്റെ 3 കൊട്ടിന് എലത്താളം 3 കൊട്ടാണ് കേൾക്കുന്നത്. ഈ വലന്തരി 3 കൊട്ട കാര്യമായിട്ട് കേൾക്കണേ. കൊട്ടണോരും ഈ ഇടത്തെ കൈ ഇങ്ങനെ ഇതിനനുസരിച്ച് വരും, കൈ ഇപ്പുറത്ത് അതുപോലെ ശബ്ദം കേൾക്കൂല. ഇത് വരുമ്പോൾ പഞ്ചാരിയുടെ 5ാം കാലം വികൃതമായിട്ട് വേറെ ഏതോ ഒരു മേളം വേറൊരു സ്വരൂപമായിട്ടാണ് പുറമേ നിന്ന് കേട്ട വരിക. ഡിഗണ്ണൻ നക്കട ഡീം ഡിഗണ്ണൻ നക്കട ഡീം ഡിഗണ്ണൻ നക്കടീം നിന്ന് വായോണ്ട് പറഞ്ഞാൽ അതന്നെയല്ലേ അവിടെ കൊണ്ടുവരുന്നത് വെച്ചാൽ അതന്നെയാന്ന് തോന്നും. പക്ഷെ അത് ചെയ്യണത് ശരിയല്ല, ചെയ്യാൻ പാടില്ല. പഞ്ചാരി കൊട്ടുമ്പോൾ വേണ്ട, നമുക്ക് കഴിഞ്ഞിട്ട് ഇവിടെ ആ വിഷയം ഇവിടെ അവസാനിപ്പിക്കാം. കാരണം അതിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ടാവും നമ്മളെ സംബന്ധിച്ചിടത്തോളം.